بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وصحبه وسلم. നിങ്ങൾ കിതാബ് ഓതിയിട്ടുള്ള ആളാണോ? എന്താ കിതാബ് ഓതിയിട്ടുള്ള ഫിഖിൽ? ഏതൊരു ഓതി? 19 ഓതി. ആല് ഓതി ഉണ്ടാ? അൽഹംദുലില്ലാഹ്. الحمد لله رب العالمين اللهم صل على سيدنا ونبينا محمد عبدك ورسولك النبي الأمي عالي الجاه القدر وعلى آله وصحبه وسلم تسليما كثيرا بقدر عظمة ذاتك في كل وقت وحين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما ينفعنا وألحقنا بعبادك الصالحين آمين. دعائنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. افتح علينا بالحق وأنت خير الفاتحين. اللهم أنت النور فنور بصائرنا بنور معرفتك وأنت الحق فثبت أقدامنا على صراط هدايتك وأنت الغني فاغننا بفضلك عمن سواك. وبعد ഒന്ന് മുമ്പുള്ളത് ഒന്ന് ചെറുതായി വായിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാൻ. കുറച്ചല്ലേ ഓതിയിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാൻ. മുഖദ്ദിമ എന്തായാലും വായിക്കണില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമി അബ്തദിഉ കിതാബി. അതിൽ നമ്മൾ പറഞ്ഞ് അബ്തദിഉനെക്കാട്ടിയും ഔല ഉഅല്ലിഫു എന്ന് അറിയലാണ്. അബ്തദിഉം ഖാസ്സായ ഫീഇലാണ്, ആമാണ് എന്ന് വഹ്മാണ്, ആമല്ല. കുല്ലു ഫിഅലിൻ, ഓരോ ഫിഅലിന് അതിൻ്റെ ഖുസൂസായത് കൊടുക്കണം. അപ്പോൾ അബ്തദിഉ ഖാസ്സായ ഫിഅലാണ്, അഅമ്മാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അത് ഖാസ്സായി എന്ന് വരുമ്പോൾ ഉഅല്ലിഫിനെക്കാട്ടിയും ഔലാവില്ല. കാരണം ഒന്ന് അബ്തദിഉ എന്ന് പറഞ്ഞത് ജുസ്ഉം മിനൽ ഫിഅലാണ്. ഒന്ന് രണ്ട് ഇബ്തിദാഇൻ്റെ മുമ്പ് തന്നെ ഇബ്തിദാ കഴിഞ്ഞു. ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞ്, ഞാൻ ബിസ്മി കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞ്, പക്ഷേ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മി പറഞ്ഞു കഴിഞ്ഞ്. അതിനാൽ ഓരോ ഫിഅലിനും ബിസ്മിൻ്റെ മുഖദ്ദർ എന്താക്കേണ്ടത്? ഉഅല്ലിഫു, അല്ലെങ്കിൽ അഖ്റഉ, അല്ലെങ്കിൽ അതകല്ലമു, അല്ലെങ്കിൽ ആകുലു, അല്ലെങ്കിൽ അഷ്റബു. നഅം. ഖൽ വല്ലാഹു ഇസ്മുൻ ലിദ്ദാത്തിൽ വാജിബത്തിൽ വുജൂദി. ഞാൻ പറഞ്ഞ് ഇസ്മുൽ ലിദ്ദാത്തി എന്ന് അറിയണതിനെക്കാട്ടിയും ഔല അലം എന്ന് പറയലാണ്. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ അവിടെ ഒരു വിഷയം വരുന്നത്, നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയുക ഇസ്മുൽ ലിദ്ദാത്തി എന്ന് പറഞ്ഞത് ഇസ്മ് രണ്ടാണെന്ന് അറിഞ്ഞ്, ഇസ്മു സിഫത്തും ഇസ്മു ദാത്തും. അപ്പോൾ ഇസ്മിനെ തഖീദ് ചെയ്തൊരു ദാത്തിൽക്കാണ്ട് ഇളാഫത്ത് ചെയ്താൽ, അതായത് ഇസ്മുൻ ലിദ്ദാത്തി, അതായത് ഇസ്മുൻ ഹിയ ലിദ്ദാത്തി, ഇസ്മുൻ ഹിയ ലിദ്ദാത്തി എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇഷ്കാൽ ഔല എന്ന് പറയുന്നത്? നമ്മൾ പറയുന്നു നൗഅ് പറയുന്നത് ജീൻസും ഫസ്ലും പറയണതിനെക്കാട്ടി ഔല നൗഅ് പറയലല്ലേ. ഹൈവാനാത്തുക്ക് എന്ന് പറയുന്നതിനെക്കാട്ടി ഔല എന്താ? നിസാ എന്നറിയലാണ്. വല്ലാഹി അലമുന്ന് അറിയുന്നത് ഔല. ഇസ്മുൽ ലിദ്ദാത്തിൽ വാജിബത്തിൽ വുജൂദി അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. വറഹ്മാനി നമ്മൾ പറഞ്ഞ് ജിൻസും ഫസ്ലും നൗഅൊന്നും അള്ളാഹുയിൽക്ക് കടക്കൂല. അത് മഖ്ലൂഖാത്തിൻ്റെ ഇതിൽക്കാണ് കടക്കുന്നത്. ആരെങ്കിലും അതിൽക്ക് കടന്നു കഴിഞ്ഞാൽ അത് കുഫ്രിൻ്റെ ബാബാണ്. പിന്നുള്ളത് അത് അതിൽക്ക് വരാം, ആ ബഹ്സിൽക്ക്. ഖാല വറഹ്മാനി അബ്ലഗു മിനർ റഹീം. കാരണം സിയാദത്തുൽ ബിനാഇ തദുല്ലു അലാ സിയാദത്തിൽ മഅന. അൽഹംദുലില്ലാഹി ഹുവ അസ്സനാഉ അലല്ലാഹി തആല ബിൽ ജമീലി എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ചർച്ച പറഞ്ഞിട്ടുണ്ട്, ഒക്കെ പറഞ്ഞല്ലോ. പിന്നെ അലല്ലാഹി എന്ന് അറിയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ബിൽ ജമീലിൻ്റെ ആവശ്യമല്ല, സനാ അന്ന ജമീലാണ്. അലാ ജിഹത്തി തഅദീമി റബ്ബി എന്ന് പറഞ്ഞ് മാലിക് എന്ന് പറഞ്ഞ് അതൊരു ഇത്ലാഖാണ്. പിന്നെ മാലിക് എന്നുള്ള ഇത്ലാഖ് ഇവിടെ ഒരു കൊണ്ടുവരുന്നതിലൊരു ഹിക്മത്തുണ്ട്. കാരണം മാലിക്കാണല്ലോ, ഖാലിഖും മാലിക്കും ആണ് തർബിയത്തിന് ഏറ്റവും ചെയ്യുന്ന. അതുകൊണ്ട് മാലിക്കിനെ എടുത്ത് പറഞ്ഞ്. ഖാലൽ ആലമീന. ഈ ബഹ്സ് പറയണതിൻ്റെ മുമ്പ് ഞാനൊരു മുഖദ്ദിമ മുമ്പത്തെ ദർസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജംഅ എന്ന് പറഞ്ഞാൽ ജംഅ മുദക്കർ സാലിമു വാവും നൂനും യാവും നൂനും സാലിമായ ജംഇൽക്ക്. സാലിമായ ജംഇൻ്റെ അർത്ഥം എന്താ? സാലിമായ ജമോ അതിൽ അവസാനത്തിൽ മാത്രമേ കയറുള്ളൂ.
തനീസിൻ്റെ തായിൽ ഇബ്രത്തില്ല. അപ്പോൾ ഒരാൾ ഹംസത്തുൻ ഹംസാത്ത് എന്ന് പറഞ്ഞു, അത് ഏത് ജമാ? സാലിമാണ്. ഖാൽ അപ്പോൾ ജമഅ മുദക്കർ സാലിം വാവും നൂനൂനിലും യാ നൂനിലും നമ്മൾ പറഞ്ഞു അസ്ല് ആഖിലിനാണ് ഒന്ന്. രണ്ട് അസ്ല് അപ്പോൾ ആഖിലിനായിരിക്കണം. പിന്നെ ജമഇന് കുറേ ഷുറൂത്തുകളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് പറയും. സിഫത്തോ ഇതോ ദാത്തോ ആയിരിക്കണം, അല്ലാത്തതിനെ ജമ ചെയ്യാൻ പറ്റില്ല മുദക്കറായിട്ട്. പിന്നെ ഉള്ള ഒന്ന് ജമ എന്ന് പറഞ്ഞാൽ ഓരോ ഇസ്മു ജമഉണ്ട്. ജമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റജുലുൻ വറജുലുൻ റിജാൽ, അല്ലെങ്കിൽ എന്താണ് അത് റിജാൽ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സെയ്ദുൻ വസെയ്ദുൻ സെയ്ദൂന, ജമഅ മുദക്കർ സാലിം സെയ്ദൂന, അതിന് ജമഅ മുദക്കർ സാലിം എന്ന് പറയും. അപ്പോൾ ആഖിലല്ലേ വേണ്ടത്? ആഖില വേണ്ടത്. റജുൽ എന്താണ് മുഅല്ലിമൂന പ്ലസ് മുഅല്ലിം, മൂന്നോ സായിദോ മുഅല്ലിമൂനായിരിക്കണം. അപ്പോൾ സലാസത്തു എന്താണ് സലാസും സലാസൂനാവോ? അപ്പോൾ അത് എന്താണ് ജംആണോ? അത് മുൽഹഖ് ബിൽ ജംആണ്. അത് മുൽഹഖ്, അത് മുഖദ്ദിമായിട്ട് മുമ്പത്തെ റസീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഇസ്മു ജമഅ. മുൽഹഖ് ബിൽ ജമഅനാണ് ഇസ്മു ജമഅ എന്നറിയാം. قال بفتح العالمين بفتح اللام وهو كما قال ابن مالك الفية لك പറഞ്ഞത് പോലെ اسم جمع خاص اسم جمع خاص ولا خاص എന്നുള്ളത് خاص اسمന്റെ بمن يعقل يا نون معلومان وليس مفرده عالم بفتح اللام لأنه عام اسم لما سوى الله والجمع خاص بمن يعقل. ഇത് ഇബ്നു മാലിക് റഹിമഹുല്ലാഹു തആല ഷർഹ് തസ്ഹീൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇവർ അതിൻ്റെ ഇഖ്തിസാറായിട്ടാണ് എന്തിൽ പറഞ്ഞിട്ട് അൽഫിയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ആലമൂന ഇല്ലിയൂന എന്നല്ല പറഞ്ഞു, ആലമൂന എന്നുള്ളത് എണ്ണി പറഞ്ഞല്ലോ എന്ത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് ആലമിൻ്റെ ജമ അല്ല ആലമൂന. പിന്നെന്താണ്, എന്തുകൊണ്ട് ആലമൂൻ്റെ ജമ അല്ല എന്ന് പറഞ്ഞത്? കാരണം ഷർത്തുണ്ട്, മുഫ്രദിനെ കാട്ടിയം അഹസ്സായിരിക്കരുത് ജമ. മുഫ്രദിനെ കാട്ടിയം പിന്നെന്തായാലും അമ്മായിരിക്കണം. അപ്പോൾ ആലം എന്ന് പറഞ്ഞ് കുല്ലു മാസി വല്ലാഹും ആലമൂന ആഖിലായ ആലമുമാണ് എന്ന് പറഞ്ഞാൽ ആഖിലായ ആലം അഹസ്സല്ലേ കുല്ലു മാസി വല്ലാനെ കാട്ടിയം. അങ്ങനെ വരുമ്പോൾ ആലമിൻ്റെ ജംആവാൻ പറ്റൂല ആലമൂന. എന്ത് ലുഗത്തിൽ? ലാ ഹൗല വലാ. നിങ്ങൾ എന്താ ലുഗത്തിൽ എന്തുകൊണ്ട് അയ്യ ജംഅ മുദക്കർ സാലിം ആഖിലിനല്ലേ വരുള്ള കുട്ടിയെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതെന്താണ് ഒരാൾ അവിടുന്ന് പറയാ, മറ്റൊരാൾ അതേറ്റ് പറയാ? യാ ഹൗല. എന്ത് ആഖിലിനെ വരുള്ളൂ? ജംഅ മുദക്കർ സാലിം ആഖിലിനെ വരുള്ളൂ. ഇല്ലാണ്ട് എന്ത് പറഞ്ഞാലും അതങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇത് എന്താണത്? പിന്നെന്തിനാ കിതാബ് ഓതുന്നത്? കിതാബിലൊക്കെ അങ്ങനെയുള്ളത് എന്ന് പറഞ്ഞാൽ അതില്ലേ? ഖാൽ അപ്പോൾ ഒന്ന് ജമഅ മുദക്കർ സാലിം ആഖിലിനാണ്. ഇല്ല. അപ്പോൾ ജമഅ മുദക്കർ സാലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആഖിലിനാണത്. അപ്പോൾ ആലമൂന എന്ന് പറഞ്ഞത് ആഖിലായ ആലമാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പറഞ്ഞ് ആലമിൻ്റെ ജമ അല്ല ആലമൂന. അപ്പോൾ പിന്നെന്താണ്? അതൊരു ഇസ്മു ജമആണ്, അതൊരു പ്രത്യേകമായ ഒരു ജമആണ്. അതിന് മുഫ്രദൊന്നുമില്ല സലാസൂന് പോലെ. മുഫ്രദ് ഉണ്ടോ? ഇല്ല. അതാണ് ഒരഭിപ്രായം. അർള് പ്ലസ് അറള്ളാണോ അറളൂന? അത് ചർച്ചയാണ്, അത് നമുക്ക് എടുക്കണ്ട. അത് നമ്മൾ ചർച്ച ഇപ്പം ഇത്
ഇസ്മു ജമാ ഇബ്നു മാലിക്കിൻ്റെ അടുത്ത് ഇസ്മു ജമാണത്. വസ്സിനൂന ഒക്കെ ഇസ്മു ജമാണ്. എന്താവട്ടെ ആമായ. പിന്നെ എന്തിനാ ആലമീൻ എന്ന് പറഞ്ഞ്? വത്തഹ്ഖീഖു, ആലമിൻ്റെ ജമ തന്നെയാണ് ആലമൂന. അതാണ് തഹ്ഖീഖ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ وهذا هو أن عالمين جمع عالم. അപ്പോൾ നിങ്ങൾ പറയും لزم من ذلك أن الخاص أعم أن المفرد أعم من الخاص. لا نقول عالمين ياء نون تغليب അതായത് ആഖിലിന് തഗ്ലീബ് ചെയ്തതുപോലെ وإذ قال ربك للملائكة اسجدوا لآدم فسجدوا إلا إبليس എന്ന് പറഞ്ഞ് ഇബ്ലീസ് മലക്കാണോ? അപ്പോൾ ഖിതാബുൽ ലിൽ അഅ്ലാ ഹുവ ഖിതാബുൽ ലിൽ അദ്വനാണ്. ഖിതാബുൽ ലിൽ അഅ്ലാ ഖിതാബുൽ ലിൽ അദ്വനാണ്. അല്ല ഖിതാബുൽ ലിൽ അഷ്റഫ് ഖിതാബുൽ ലിൽ അഹത്ത് ആണ്. അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ തഗ്ലീബ് എന്നറിയാം, തഗ്ലീബ്. അപ്പോൾ ആഖിലിൻ്റെ ഷറഫ് കൊണ്ട് നമ്മൾ തഗ്ലീബ് ചെയ്തതാണ് ആലമൂന എന്നുള്ളത്. അപ്പോൾ അടുത്ത പ്രശ്നം ഇവിടെ വരുന്നുണ്ട്. അയ്യക്കാട്ടി വലിയ മുസീബത്തായി. മുത്തസാവിയായല്ലോ. മുഫ്രദിനെക്കാട്ടിയും ആമ്മായിരിക്കണം എന്ത്? ജംഅ. അപ്പോൾ തസാവിയായല്ലോ അങ്ങനെ വരുമ്പോൾ. പിന്നെന്തിനാ ആലമൂന തസാവിയായി? അത് മുഷ്കിലത്തും മുസീബത്തും കുബ്ര. അപ്പം എങ്ങനെ ആലമാണ്? ഖുൽന ആലം അൽ ആലം എന്ന് പറയുന്ന അല്ല ആലമീന എന്നുള്ള അല്ല് അസാലത്തൻ അല്ല് ഒന്നോലെ ആലം എന്ന് പറയുന്നത് കുല്ലു മാ സിവല്ലാഹ്. അൽ ആലമീന എന്ന് പറഞ്ഞിട്ട് അല്ല് നമ്മൾ പറഞ്ഞ് ഇസ്തിഗ്റാഖുണ്ട്, പിന്നെ ജീൻസ് ഉണ്ട്, പിന്നെ അഹദ് ഉണ്ട്. അഹദ് ദിക്രിയോ ദീനിയോ ആവട്ടെ എന്തോ ആവട്ടെ. അല്ല് അഹദ് ഖാരിജി അല്ലാത്തോടത്തോളം, ദീനോ ദിക്രിയോ അല്ലാത്തോടത്തോളം കാലം അല്ല് എന്നുള്ള ഇവിടുത്തെ ആലമീന ഒന്നോലെ ഇസ്തിഗ്റാഖിയാണ് അല്ലെങ്കിൽ ജീൻസാണ്. അൽ ആലം എന്ന് പറയുമ്പോൾ ജീൻസ് കുല്ലുമാ സിവല്ലാഹിയായി, അൽ ആലമീന കുല്ലുമാ സിവല്ലാഹിയായി. നമ്മൾ തസാവിയാന്ന് അറിഞ്ഞല്ലോ. കുല്ലുമാ സിവല്ലാഹിയായി. ഇസ്തിഗ്റാഖ് എന്ന് പറയുമ്പോൾ കുല്ലുമാ സിവല്ലാഹി ജിൻസാണെങ്കിലും ഇസ്തിഗ്റാഖാണെങ്കിലും അഖ്ലിയിൽ ഒരു തഖ്സീസ് ഉണ്ട്. അഖ്ലിയിൽ ഒരു തഖ്സീസ് ഉണ്ട്. എന്താണ് അഖ്ലിയിലത്തെ തഖ്സീസ്? മഹ്സൂസാത്ത്. കാരണം അസ്ബാബു ഇൽമുൽ ഖൽഖി അഖ്ലും വഹവാസ് സലീമത്തുൻ വഖബറുൻ സിദ്ഖുൻ അസാസ്. അപ്പോൾ അഖ്ല് കൊണ്ട് നമ്മൾ മഹ്സൂസാത്ത് ആലം എന്ന് പറയുന്നത് നമ്മളെ അഖ്ലിയിൽ മുഷാഹദായ ആലമിനെ നമ്മൾ ആലം എന്ന് വിളിക്കണമല്ലോ. മുഷാഹദല്ലാത്ത ആലമും ആലമന്നല്ലേ, ആലമല്ലേ. فلزم من ذلك أن هناك عوالم غير محسوس، عالم محسوس وعوالم غير محسوسة، منها عالم الجن وعالم الملائكة وعالم كذا إلى آخر ذلك. أبو هناك عالم محسوس وهناك عوالم غير محسوسة، وإن كان في الأصل استغراق أو جنس، والجنس أولى من الاستغراق. കാരണം ജിൻസാവുമ്പോൾ എന്തായി? ഇത് മഹ്സൂസാത്തിൻ്റെ ജിൻസ് അഫ്രാദുകളെ തഈനയുണ്ടല്ലോ. ഇസ്തിഗ്റാഖിനെ കാട്ടിയാവില്ല, അഫ്രാദിൻ്റെ തഈനാക്കാണ്ടിരിക്കലല്ലേ, കുല്ലാവലല്ലേ ഹുല. അത് നമ്മളാക്കിയതല്ല, അഖ്ലിയിൽ അങ്ങനെയാണ്, ഷാഹിദിയിൽ അങ്ങനെയാണ്. നമ്മളോടൊരു ആലം ലോകം എന്ന് പറയുമ്പോൾ നമ്മൾ ആഖിൽ ഇൻസിറാഫ് ചെയ്യുന്നത് മഹ്സൂസാത്തിക്ക് മാത്രമാണ്, അല്ലാണ്ട് പറയാൻ പറ്റോ? നിങ്ങളെ ആലമിൽ എന്ന് അറിയുമ്പോൾ നിങ്ങൾ തസവ്വുറാക്കുന്നത് എന്താ? ഈ കാണുന്നതിനകത്ത് ആലം ലോകം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതൊക്കെയാണ്. അത് കുല്ലു മാസി വല്ലാഹു ആണെങ്കിലും നമ്മളടുത്ത് ഒരു അഖലിയായ ഒരു തഖ്സീസ് വരുന്നുണ്ടല്ലോ മുഷാഹദിൽക്ക്.
فلزم من ذلك كون هناك تنوع عوالم. അപ്പോൾ എന്തായി നമ്മൾ പറഞ്ഞ് അല്ല് യാവും നൂനും കൊണ്ട് എന്തായി എല്ലാ ആലമിൻ്റെ റബ്ബാണ്. മുഷാഹദും മുഷാഹദല്ലാത്ത ആലമിൻ്റെ റബ്ബാണ്. ഫലസിമ മിൻ ذلك അൻ കാന ഹുനാക അവാലിം കസീറ തഅദ്ദുദ് ഉണ്ടായി. ഷറഫി കൊണ്ട് യാവും നൂനും ഉണ്ടായി. ഷറഫിന് വേണ്ടി തഗ്ലീബിന് വേണ്ടി യാവും നൂനും ഉണ്ടായി. അപ്പോൾ ആലമിനെക്കാട്ടിയും അഅമ്മായി മാറി അവാലിം. കാരണം ആലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അഖലിയിൽ മുഷാഹദ മാത്രമേ വരുന്നുള്ളൂ. ഇസ്തിഗ്റാഖാവട്ടെ ജിൻസാവട്ടെ, ജിൻസാണ് ഔല. കുല്ല ആവണതാണ് ഔല. എന്ത് ജിൻസാവുമ്പോൾ എങ്ങനെ അമ്മാവുന്നത്? രണ്ടും ഇസ്തിഗ്റാഖും അമ്മാവൂലേ? കുല്ലാവണതാണ് ഔല. കാരണം അത് ഹുക്മു ഉമൂമായിട്ട് കൊടുക്കലാണ് ഔല. എന്താണ് അല്ല ഇസ്തിഗ്റാഖ് ബിന്നദറി ഇലൽ അഷ്ഖാസ്, ഷുഖൂസിനാണ് എത്തിബാർ. ഷുഖൂസിൻ്റെ എത്തിബാറല്ലല്ലോ ഇവിടെ, വ്യക്തിയുടെ എത്തിബാറല്ലല്ലോ, ജിൻസിൻ്റെ എത്തിബാറല്ലേ. അതാണ് പറഞ്ഞത് കുല്ലാണെന്ന്. കുല്ലാണ് ഔല. എന്താ കുല്ല്? എന്താ കുല്ല്? എന്താ കുല്ല്? എന്താ കുല്ല്? ഇത്ര നേരം തലയാട്ടിയിരുന്നു വെറുതെ മനസ്സിലായി. സംഭവം ക്ലിയർ ആയിട്ടില്ല. കുല്ലെന്താ? അല്ല, കുല്ലെന്താ? കുല്ലെന്താ? ആ കുല്ല് അൽ കുല്ലു ഹുക്മുന അലൽ മജ്മൂഇ. മജ്മൂഇന് ഹുക്മു കൊടുക്കുന്നതാണ് കുല്ല്. കുല്ലെന്താണ്? മജ്മൂഇന് കൊടുക്കുന്നതാണ് കുല്ല്. വഇൻ കാന ഫിൽ ഉസൂലി കുല്ല് എന്ന് പറഞ്ഞാൽ ഇസ്തിഗ്റാഖാണെങ്കിലും കൂടി കുല്ല് ഹുക്കും ഞാൻ ഇസ്തിലാഹിയായ കുല്ലാണെന്നല്ല പറഞ്ഞത്, ഇൻസാണെന്ന്. ഇതാവട്ടെ. وبهذا ينحل إشكال أن العالم عالمين جمع عالم، وهذا ما حكاه السعد عند شرح المقاصد لسعد أرنان. മുപ്പരൊന്നും പറഞ്ഞുണ്ടാക്കലല്ലോ. ഇസ്മു ജംആണ്. തബഅ ഇബ്നു മാലിക് റഹിമഹുല്ലാഹ് ഫിൽ അൽഫിയ. ഇത് മുഹഖിഖീങ്ങളായ ആൾക്കാർ ഇപ്പോൾ ബൈളാവിയിൽ ഉള്ളതാണിത്. ബൈളാവി ഷർഹ് ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ചാൽ കുറേ മുത്തവലായ വിഷയമാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഹാസിൽ ഇതാണ്. അല് എന്ന് പറഞ്ഞാൽ അൽ ആലം എന്നാണ് അവിടെ ഉള്ളത്. യുവാനൂനും വേറെ. അൽ ആലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻസാവട്ടെ ഇസ്തിഗ്റാഖാവട്ടെ കുല്ലാണ്. നമ്മളെ അഖലിയിൽ അതിനെ നമ്മൾ തഖ്സീസ് ചെയ്യേണ്ടത്, ഹഖീഖത്തൻ തഖ്സീസ് ചെയ്യേണ്ടത്, ഹഖീഖത്തൻ തഖ്സീസ് ചെയ്യേണ്ടത്. നമ്മൾ പറയുന്നു ആൾക്കാർ വരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും വരുന്നു എന്നാണ് പറയുന്നത്. നമ്മളെ അഖലി തഖ്സീസ് ചെയ്യേണ്ടത് മുഅയ്യനാണെന്നുള്ളത്. അപ്പോൾ ആ അല്ല് വന്നാലും വന്നില്ലെങ്കിൽ അല്ല് വന്നു, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്ത് ഒന്നിനെ അഖ്ലിയായിട്ട് ഇതായിട്ടുണ്ട്. അതാണ് യാവും നൂനും വന്നപ്പോൾ ആ അഖ്ലിയിലുള്ളത് മാത്രമല്ല അഖ്ലിയിലില്ലാത്തതും എന്നുള്ളതായി മാറി. കാരണം ജമഅയി അഖ്ലിയിലുള്ള മഹ്സൂസാണെങ്കിൽ അഖ്ലിയില്ലാത്തൊരു മഹ്സൂസിനും കൂടി കയറ്റണ്ടേ. കാരണം അസ്ലിയിലൊരു ആലമുണ്ട്. അപ്പോൾ അഖ്ലിയുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ആലം. അല്ല് വന്നാൽ എല്ലാ ഫർദും അല്ലെങ്കിൽ ജിൻസ് എന്നുള്ള മാന വരും, അത്രേ ഉള്ളൂ. യാവുനൂനും മഹ്സൂസ് അല്ലാത്തതും കൂടി കയറി. ആഖിലിനെ തഗ്ലീബ് ചെയ്ത്, അതാണ് മുദക്കർ സാലിമിൽ വന്നത് എന്ന്. അവാലിം വരാണ്ട് ആലമീന് വന്നത് ആഖിലിനെ തഗ്ലീബ് ചെയ്തതാണെന്ന്. മനസ്സിലായാ? മനസ്സിലായില്ല എന്ന് മനസ്സിലായിന്ന എന്താണ് ഇഅ്തിറാദ്?
ഉൾപ്പെട്ടത് കുല്ലുമാസി വല്ലാഹി എന്ന് ഉൾപ്പെട്ട് എന്ന് പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ ആലം എന്ന് പറയുമ്പോൾ ഉറുമ്പിൻ്റെ ലോകങ്ങളെ തല തസവർ. ലുഗത്ത് എന്ന് പറഞ്ഞാൽ മുഖാത്തബിനോട് പറയുന്നതല്ലേ, അല്ലാണ്ട് ലുഗത്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു എന്താണ് വാക്കും ഇസ്തിലാഹും പറയൽ മാത്രമല്ലല്ലോ. തലയിൽ ഹാദിറാവണില്ല. അത് ആ ഹാദിറാക്കിയാലും ആക്കില്ലെങ്കിൽ ആക്കിൻ്റെ തലയിൽ അതേ വരുള്ളൂ, മഹ്സൂസാത്തേ വരുള്ളൂ. വരട്ടെ വരാതിരിക്കുക വാക്കിന്ന് അത് നിങ്ങൾ കുല്ലുമ ഇല്ലല്ലോ, അത് നിങ്ങൾ തസവ്വുർ ചെയ്യുന്നില്ലല്ലോ. അതൊരു വ്യക്തി തസവ്വുർ ആക്കുന്നില്ല. അത് ഖദർ മുഷ്തറക്ക് അതിന് പറയാൻ പറ്റുള്ളൂ. ഖദർ മുഷ്തറക്കാണ്, അതിനപ്പുറം ഹഖീഖത്ത് മജാസ് എന്ന് പറയാനില്ല. ഖദർ മുഷ്തറക്കേ ഇതിലുള്ളൂ. എന്തിൽ ആലമിയിലും ആലമിയിൽ ഖദർ മുഷ്തറക്കാണെന്ന് അറിയാം. ഒപ്പിക്കലല്ലാന്ന്, ഒപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒപ്പിക്കലാണെങ്കിൽ ലഅല്ലഹു എന്ന് അറിഞ്ഞിട്ടാ ഒപ്പിക്ക, തഹ്ഖീഖ എന്ന് അറിഞ്ഞിട്ടല്ല ഒപ്പിക്ക. ഒപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. കാരണം അസാലത്തൻ ഒപ്പിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് വജിയില്ലാത്ത ളുഅഫായ വജ് കൊണ്ടുവരാം. അങ്ങനെ ളുഅഫായ വജ് ആണെങ്കിൽ ആലം അള്ളാഹുവിനെ അലാമത്ത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇതിനെക്കാട്ടി എളുപ്പത്തിൽ ഹല്ല് ചെയ്യാൻ പറ്റും. അലാമത്ത് ഉണ്ടാക്കണം ഒന്ന്, അതിനെക്കാട്ടി നല്ല അലാമത്ത് ഉണ്ടാക്കണം കുറേ എണ്ണം. അപ്പോൾ ആലമീൻ അലാമത്താവുന്ന എല്ലാതും എന്ന് പറഞ്ഞാൽ മതിയില്ലേ, അപ്പോൾ ഹല്ലായില്ലേ. എന്താണ് ബാജൂരി ഇമാം റാജിഹാക്കിയ എന്താ തഗ്ലീബാണെന്ന് അറിഞ്ഞാണ്. ഓക്കെ. قال الإمام الباجوري رحمه الله تعالى في حاشيته التحقيق أنه جمع. ജംആണെന്ന തഹ്ഖീഖ്. വേറെ കാരണമുണ്ട് ജംആ എന്നുള്ള സിഫത്തും കൂടിയാണ് ആലം. കുല്ലുമാസി വല്ലാ മാത്രമല്ല, ആലം കുല്ലുമാസി വല്ലാ എന്ന് പേര് വരാനുള്ള കാരണം അലാമത്തായതുകൊണ്ടാണ്. അപ്പം അത് സിഫത്തല്ലേ ഹഖീഖത്തൻ, അപ്പോൾ ജംഅല്ലേ. പിന്നെന്ത് ഇഷ്കാല്? വഖൗലുഹു ഇസ്മു ജംഅ. കുറേ ലുഗവികൾ മുഹഖിഖീങ്ങളായ ലുഗവികൾ മംനൂആണെന്നാണ് പറഞ്ഞത്. ജംആവൽ ഇസ്മു ജംആവൽ മംനൂആണെന്നാണ് പറഞ്ഞത്. ആലമീന് എന്നുള്ളത് ഇസ്മു ജംആവൽ മംനൂആണെന്നാണ് പറഞ്ഞത്. ഇബ്നു ഖാസിം റഹിമഹുല്ലാഹ് ഇബ്നു മാലിക്കിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഓരോ അഭിപ്രായം അത് തന്നെയാണ്. വഫീഹി വജ്ഹുൻ ഖാല വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയ്യി هو بالهمز وتركه إنسان أوحي إليه بشرع يعمل به وإن لم يؤمر بتبليغه فإن أمر به فنبي ورسول أيضا والمعنى ينشئ الصلاة والسلام عليه. قال وصلى الله وسلم أولى والصلاة والسلام പറയലായിരുന്നു. വസല്ലല്ലാഹു എന്ന് അറിയണതിനെക്കാട്ടിയും ഔല. കാരണം ഒന്ന് ആത്ഫ് ചെയ്യുമ്പോൾ തഗായുറിനെക്കാട്ടിയും ഔല മുമ്പത്തെ ജുംല അല ജുംല ആകുമ്പോൾ മുമ്പത്തത് എന്താ ഖബരിയാണ്, ഇതും ഖബരിയ, ഇത് ഇൻഷായാണ്, ഇതും ഇൻഷായിയാണ്. ഇവിടെ വസല്ലല്ലാഹ് എന്ന് പറഞ്ഞ് അവിടെ എന്താണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അഹ്മദൂ എന്നല്ലല്ലോ പറഞ്ഞത്. വയുഅവ്വലുഹുന തഅ്വീലാക്ക. വസല്ലല്ലാഹ് എന്ന് പറഞ്ഞ് എന്താണ് തജ്ദീദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹംദ് ദായിമാവട്ടെ എന്നറിയണ പോലെ സലാത്ത് ഇങ്ങനെ തജദ്ദുദ് ഉണ്ടാവട്ടെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നറിഞ്ഞു. ഖാല വസല്ലല്ലാഹു മാതീന് റഹിമഹുല്ലാഹ്. മാതീനാവണം എന്നില്ല, എന്താണ് ചിലപ്പോൾ എന്താവാം നാസിഖു ആയിരിക്കാം. പറഞ്ഞ് വസല്ലല്ലാഹു അലാ സയ്യിദിന. സലാമില്ല, സലാത്തുള്ള സലാമില്ല. കാരണം മുതഖദ്ദിമീങ്ങളായ ആൾക്കാരെ കുത്തുബുകളിൽ സലാത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സലാമും ഉള്ളിൽ തന്നെ ഉണ്ട്. സലാം എന്ന് പ്രത്യേകം പറയാറില്ല. ഷാഫി ഇമാമിൻ്റെ ഉമ്മൊക്കെ എടുത്തൊക്കെ സലാത്തേ കാണുള്ളൂ, സലാം ഉണ്ടാവില്ല. ഇബ്നു സലാഹ് റഹിമഹുല്ലാഹു ആണ് അതിൽ തശദ്ദുദായിട്ട് ആദ്യം പറഞ്ഞത്. സലാം ഇല്ലാതിരിക്കൽ കറാഹത്താണ്. കാരണം അള്ളാഹു ഖുർആനിൽ പറഞ്ഞ് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന് പറഞ്ഞു. ഇബ്നു സലാഹ് റഹിമഹുല്ലാഹ്
അതിൽ ഉസൂലിയായ അത് എന്താ അമ്രീൻ്റെ ഇതിൽ വരോ അതാ ഒറ്റവട്ടം ചെയ്താൽ മതിയാ അതിൽ അതിൽ ഇതുണ്ട് ബഹ്സനുണ്ട് എന്താട്ടെ ഖാൽ. അപ്പോൾ അതുകൊണ്ട് കറാഹത്ത് വരും എന്ന് പറഞ്ഞ്, 2 സ്വലാത്തും സലാമും വേണം എന്ന് പറഞ്ഞ്. വഉജീബ ബിജവാബാത്തിൻ കസീറത്തിൻ ജിദ്ദൻ. എന്താണ് അയിമ്മത്ത് റളിയല്ലാഹു അൻഹും മിക്കവരും സലാത്ത് പറഞ്ഞിട്ടുള്ള സലാം പറഞ്ഞിട്ടില്ല. കാരണം സലാം തബഅനായിട്ട് വരുന്നുണ്ട് എന്നുള്ള കുറേ മആനിയുണ്ട്. എന്താവട്ടെ, നവവി ഇമാം റഹിമഹുല്ലാഹു തആല തർജീഹ് ചെയ്തത് ഇബ്നു സലാഹിൻ്റെ ആ ഖൗൽ തന്നെയാണ് നവവി റഹിമഹുല്ലാഹു പറഞ്ഞിട്ടുള്ളത് കറാഹത്താണ്. വബിഹി ഖാല ഇബ്നു ഹജർ ഹൈതമി ഫി തുഹ്ഫ എന്ത് കറാഹത്താണ് എന്ന് പറഞ്ഞ് എന്നിട്ട് ബാക്കിയുള്ളത് തഅ്വീൽ ചെയ്ത് ഹദാ അല്ലാഹു അഅലം. ഇവിടെ എങ്ങനെ പറയാം നമുക്ക് എന്ത് റാജിഹ് എങ്ങനത്തെയാണ്? സുന്നത്ത് കൊണ്ടരലാണ്, സുന്നത്തിൻ്റെ മുഖാബിലായ കറാഹത്ത്. കാരണം നവവി ഇമാമിന് അങ്ങനത്തെ ഒരു ഇബാറത്തുണ്ട്, എന്ത് ചെയ്യല് കറാഹത്ത് എന്ന് അറിയുന്ന ചില എല്ലാ സമയത്തും കറാഹത്താവണമെന്നില്ല. അല്ലി ഓതിയിട്ട് അല്ലി ഉണ്ടാവും. എന്ത് കറാഹത്ത് ചില സമയത്ത് അവർ പറയും എന്താണ് കറാഹത്താന്ന് അറിയുന്നത് അസാലത്തൻ സുന്നത്ത് എടുക്കാത്തതിന് കറാഹത്ത് എന്ന് അറിയും. സുന്നത്ത് എടുക്കാത്തതിന് കറാഹത്ത് എന്ന് അറിയില്ലല്ലോ ഹഖീഖത്തൻ. എന്തുകൊണ്ടാണ് സുന്നത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്താൽ കൂലിയുള്ളതും ചെയ്തില്ലെങ്കിൽ കറാഹത്തോ അത് തിരിച്ചിട്ടാൽ കറാഹത്തായില്ലേ. ഉസൂലിയായിട്ട് അത് ശരിയാവൂല, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇസ്തിലാഹ് അനുസരിച്ചിട്ടായിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും അതൊരു വജ്. അല്ലെങ്കിൽ ആ ഒരു വജഹാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റുക. എന്തായാലും ഔല സലാമും കൂടി കൊണ്ടുവരലാണ്, അതിൽ ഇഷ്കാലില്ല. കാരണം അഹ്സൻ സലാമും കൂടി കൊണ്ടുവരലാണ് അഹ്സൻ. പക്ഷെ അവിടെ അല്ലേ ഔലയാണോ അല്ലേ എന്നുള്ളതിൽ നസറുണ്ട്, ഹഖീഖത്തൻ നസറുണ്ട്. കാരണം എന്താ വെച്ചാൽ സലാത്തിൽ ഇബ്രാഹിമിയ സലാത്താണ്, സലാം ഇല്ലാത്തതുകൊണ്ട് സലാം കൊണ്ടല്ല എന്നുള്ള എന്താണ് വജ്ഹ്, അത് ഫീ ഹഖീഖത്തൻ നസറുൻ ഷദീദ്. അതന്നെ അഭിപ്രായം വെച്ചിട്ട് എന്ന് പറയും സലാത്ത് സല്ലു കമാറായി തൂമനി ഉസല്ലി. പിന്നെ അവിടെ ഫുഖഹാക്കളെ ബഹ്സുകളുണ്ടല്ലോ, അവിടെ പിന്നെ തഅ്വീലാക്കി കൊണ്ടുവരലിൽ കുറച്ച് ഇതുണ്ടോ അല്ലാഹു അഅലം. ലക്കിൻ يرجع إلى من قال والعلة. قال وصلى الله وسلم. ഷർഹ് മസ്ജി ആയപ്പോൾ ഷാരിഹിൻ്റെ കലാം ഷർഹ് മസ്ജി ആയപ്പോൾ മുസന്നിഫിൻ്റെ കലാം ഷാരിഹിൻ്റെ കലാം പോലെ ആയപ്പോൾ സല്ലമൻ കൂടി പറഞ്ഞതാണ്. ഒരു സല്ലമൻ കൂടി പറഞ്ഞ് അലാ സയ്യിദിന, ഞങ്ങളെ സയ്യിദിൻ്റെ മേലിൽ. സയ്യിദിന എന്ന് പറഞ്ഞത് അവർക്ക് എന്താണ്? സയ്യിദിന എന്താണ് ഷേഖ്? സയ്യിദിന എന്ന് പറഞ്ഞത് നാത്തല്ലേ? എന്തുകൊണ്ട് നാത്തായില്ല? ഹഖീഖത്തൻ നാത്താണെങ്കിലും ഇഅ്റാബിൽ നാത്താവൂല. കാരണം മൻഊത്തിൻ്റെ മുമ്പ് നാത്ത് വന്നു കഴിഞ്ഞാൽ അത് യുഅ്റബു മഹൽ, ഇഅ്റാബുൽ മഹൽ. അപ്പോൾ അലാ സയ്യിദിന ഇസ്മ മജ്റൂർ وعلامة جر الكسرة الظاهرة على آخره وهو مضاف وأنا مضاف إليه. نعم الفاعل. سيدنا محمد عند سيدنا محمد الكويرة محل إعراب على مجرور വേറെന്തിന് പറഞ്ഞല്ലോ മൻഊത്തിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇറാബ് അസാലത്തനായി. അങ്ങനെ വരൂല ലുഗത്തിൽ മൻഊത്ത് നഅത്ത് മൻഊത്തിൻ്റെ മുമ്പ് തഖ്ദീമാവൂല. തഗ്ലീബ് അത് എന്താണ്? തഗ്ലീബായിട്ട് അല്ലെങ്കിൽ എന്താണ് പറയുക, പ്രയോഗം അങ്ങനെ ആയതുകൊണ്ട് വരുന്നതാണ്. ഹഖീഖത്തിൽ ലുഗത്തിൽ എന്താണ് പ്രയോഗം ശരിക്കും പറഞ്ഞാൽ? ഇപ്പോൾ അഹ്മദ് സൈനുദ്ദീൻ മലബാരി, സൈനുദ്ദീൻ അഹ്മദ് മലബാരി എന്നറിയില്ല. അഹ്മദ് എന്താണ്? ഷംസുദ്ദീൻ റംലി, അഹ്മദ് ഷിഹാബുദ്ദീൻ റംലി, മുഹമ്മദ് ഷംസുദ്ദീൻ റംലി. അല്ല ഷംസുദ്ദീൻ മുഹമ്മദ് റംലി എന്നറിയില്ല. അത് എന്താണ്? ഷുഹറത്ത് കൊണ്ട് ഗലബത്ത് കൊണ്ട് എന്തായതാണ്? ഇസ്മിൻ്റെ സ്ഥാനത്ത് വന്നപ്പോൾ ഇസ്മായതാണ് ഗലബത്ത് അങ്ങനെ ഉണ്ടായതാണ്.
അത് സിഫത്തല്ല, ഇറാബ് മാറി. കാരണം ഖലബത്ത് കൊണ്ടാണ്. അതിന് ബാബ് തന്നെ ഉണ്ടല്ലോ അൽഫിയിൽ. രണ്ടാമത്തെ ബദലാക്കിയ പോലെ, ബദലാകത്ത് പോയാനാക്കിയ പോലെ. കാല എനിക്ക് വരെ കുട്ടിയെ സബർ ചെയ്യേ. കാല അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഇറാബുണ്ട്. ഇറാബിൽ നബീൻ്റെ അവിടെ ഇറാബ് വരുന്നുണ്ട് മുഹമ്മദിൻ്റെ കഴിഞ്ഞിട്ട്. മുഹമ്മദിനിൻ നബിയ്യി ഹുവ ബിൽ ഹംസി വ തർക്കിഹി. നബി നബഇ എന്നാണ്, അല്ലെങ്കിൽ നബിയ്യി എന്നാണ്. നബഇ എന്നാണ്, നബി എന്ന് പറയും. യാ അയ്യുഹൻ നബിയ്യു വ തർക്കിഹി നബിയ്യു. കിലാഹുമ അസ്ലുൻ. ഒന്ന് അസ്ലു ഒന്ന് പറയാൻ അറിയണ്ട. കിലാഹുമ അസ്ലുൻ. നബഇ എന്നാണെങ്കിൽ എന്തായി? അറിയിച്ചു തന്നത്, ഇഖ്ബാർ ചെയ്തത്. നബി എന്ന് പറഞ്ഞാൽ നബുവത്തി എന്ന് വന്നത്. ഉലൂ മഖാമ് ദർജത്ത്. ഇൻസാൻ അതാരാണ്? ഇൻസാനാണ്. ഊഹിയ ഇലൈഹി ബി ഷർഇൻ, ഒരു ഷർഅ കൊണ്ട് വഹയുണ്ട്. യഅമലു ബിഹി, ഷർഇൻ യഅമലു ബിഹി. അവിടെ തക്കല്ലുഫാക്കിയിട്ട് ചില ഷറ എടുക്കുമ്പോൾ യുഅമലു ബി, അതിൻ്റെ തക്കല്ലുഫ അസ്ൽ എന്താണ്? ബിനാലിൽ ഫാഇലിയത്താണോ മഫ്ഊലിയത്താണോ? ബി ഷർഇൻ യഅമലു ബിഹി, അമൽ ചെയ്യുന്ന ഒരു ഷർഅ. യുഅമലു ബിഹി എന്നാക്കേണ്ട ആവശ്യമില്ല. വ ഇല്ലം യുഅ്മർ ബി തബ്ലീഗിഹി. പിന്നെ ഫായിൽ പറയാത്തോണ്ട് യുഅമലു ബിഹി അല്ലേ നല്ലത്? ഷറഇൻ ഷറഅ കൊണ്ട് എങ്ങനത്തെ ഷറഅ? യുഅമലു ബിഹി, അതുകൊണ്ട് പ്രവർത്തിക്കപ്പെടും. അവിടെ പറഞ്ഞില്ലല്ലോ. അല്ല, ഒരു കാര്യം പറഞ്ഞുതരാം. അസ്ല് ഫിൽ കലാം എന്താണ്? ഇദ്ഹാറാണ്, ഇദ്മാറല്ല. പക്ഷെ ഇവിടെ ഫായിലില്ലല്ലോ. 2 അസ്ല് ഫിൽ കലാം ഇദ്ഹാറാണ്, ഇദ്മാർ. 2 അസ്ല് ഫിൽ കലാം ഫാഇലിയത്ത്, ബിനാഉല്ലിൽ ഫാഇലിയത്താണ്, മഫ്ഊലിയത്തല്ല. മഫ്ഊലിയത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒരു അസ്ലീന്ന് മാറണം എന്നുണ്ടെങ്കിൽ ദലീൽ വേണം, അല്ല കരീനത്ത് വേണം. ഫാഇലില്ല എന്നുണ്ടെങ്കിൽ ലമീറാക്കിയിട്ട് നമുക്ക് എന്താണ് ഔദ് ചെയ്യിപ്പിക്കാമല്ലോ. ഉള്ളിയിലുണ്ടല്ലോ, മുദ്മറുണ്ടല്ലോ. ലികുല്ലി ഫിഅലിൻ ഫാഇൽ എന്നല്ലേ? ആ ബിശർഇൻ. ഓക്കെ, അതിൽ ഇഷ്കാല വരുന്ന എന്താണ്? അതിൻ്റെ ഏത്? ആ എല്ലാവരും ഉമൂമ്. അതായത് ഇല്ലല്ല. വ ഇല്ലം യുഅ്മർ ബി തബ്ലീഗിഹി, ഇനി തബ്ലീഗ് കൊണ്ട് അമർ ചെയ്യപ്പെട്ടില്ലെങ്കിലും അവിടെ വ ഇല്ലം യുഅ്മർ ബി തബ്ലീഗിഹി ഐ ബി തബ്ലീഗി ശർഇ, ഐ ബി തബ്ലീഗി അശ്ശർഇ. വാവ് വ ഇല്ലം യുഅ്മർ എന്ന് പറയാനുള്ള കാരണം തഅമീമിൻ്റെ വാവാണ്. അതെന്തിൻ്റെ വാവാണ്? തഅമീമിൻ്റെ വാവാണ്. ഹുറൂഫ് ബിനാ ഉണ്ട്, ഹുറൂഫ് എന്താണ് മആനി ഉണ്ട്, ഹുറൂഫ് മബാനി ഉണ്ട്, ഹുറൂഫ് മആനി ഉണ്ട്. അത് ഏറ്റവും, അതായത് കിതാബ് മത്തിന് പഠിക്കണവർക്ക് ഹുറൂഫ് മആനി തിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഹുറൂഫ് മആനിയാണ് ഏറ്റവും വലിയ അഖബത്ത് കുറേ ആൾക്കാർ മുന്നിൽ. കാരണം ചില സമയത്ത് ഫാ കൊണ്ടുപോയിട്ട് വേറെ അർത്ഥം ഇട്ടുള്ളൂ, അപ്പോൾ അതോടെ അർത്ഥാണ്ട് മാറും. ഖാൽ ഏത്? വ ഇല്ലം, ഇനി എന്താണ്? തബ്ലീഗ് ചെയ്തില്ലെങ്കിലും അപ്പോൾ അത് ആമായി, തബ്ലീഗ് ചെയ്യണതിനെക്കാട്ടി ആമായി. ഖാൽ ഫഇൻ ഉമിറ ബിഹി, ഇനി തബ്ലീഗ് ചെയ്യാൻ അമ്ര ചെയ്യപ്പെട്ടാൽ ഫനബിയുൻ, നബിയാണ്. വറസൂലുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്ദൻ. فإن أمر فنبي. نعم. والمعنى معنى دانا ينشئ الصلاة والسلام عليه. صلاة السلام إنشائيانا. ഇവിടെ എന്താണ് ഫത്ഹുൽ മുഈനിൽ വല്ലം യുഅ്മർ ബിതബ്ലീഗ് വലം യകുൽ ലഹു കിതാബുൻ വല എന്താ? ഫത്ഹുൽ മുഈൻ ഓതിയ ആൾക്കാരല്ലേ? വല്ലം യകുൽ ലഹു കിതാബുൻ വല യുഅ്മറു ബിതബ്ലീഗ് എന്ന് ഇറങ്ങി. വല്ലം യുഅ്മർ വലം യകുൽ ലഹു
കിതാബുൻ വല അവിടെ മിക്കവരും നുസഖ് എന്ന് വെക്കുക. നുസഖല്ല, നസ്ഖാണത്. മിക്കവരും ദർസ് എടുക്കുന്നവരൊക്കെ നോക്കിയാൽ മതി, ഏടുകൾ എന്ന് അർത്ഥം വെക്കുക. നുസഖ് അത് നുസഖല്ല, നസ്ഖാണ്. ബി ഫത്ഹിന്നൂനി, അതായത് പഴയ കാര്യങ്ങൾ നസ്ഖ് ചെയ്തില്ലെങ്കിലും എന്നാണ് അവിടെ പറയുന്നത്. അല്ലാണ്ട് എന്താണ് കിതാബും ഏടുകളും ഇല്ലെങ്കിലും എന്നല്ല. കിതാബ് എന്ന് പറഞ്ഞാൽ ഏടുകൾ എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമുണ്ടോ? എന്തിന് രണ്ടെണ്ണം? അവിടെ അള്ളാഹുയുടെ നസ്ഖ് എന്നാണ്. ആ കിതാബിൽ അതും പെട്ടല്ലോ, അമ്മായി അമ്മിയിൽ ഹസും പെട്ടല്ലോ. فإن أمر به فنبي ورسول أيضا. نعم. قال ومحمد صلى الله عليه وسلم അലമുൻ മങ്കൂലുൻ. ഈ അലമുൻ മങ്കൂല് എന്ന് പറഞ്ഞാൽ അത് ഇസ്മിന്നാവട്ടെ ഫിഅലിന്നാവട്ടെ ഫാഇലിയത്തിന്ന മസ്ദർന്ന എന്തിന്നാവട്ടെ മങ്കൂല ഒന്നീന്ന് നഖ്ല് ചെയ്യപ്പെട്ട ഈ അലമ്. അപ്പോൾ അലമുൻ മങ്കൂലിൻ്റെ മുഖാബിൽ എന്താ? അലമുൻ മുർത്തജൽ, മുർത്തജലായ അലമ്. അലമുൻ മങ്കൂലിൻ്റെ മുഖാബിൽ എന്താ? അലമുൻ മുർത്തജൽ അല്ലേ? മുഹമ്മദ് അലമും മങ്കൂലാണ്. എന്തിന്ന്? മിൻ ഇസ്മി മഫ്ഊലിൽ മുദഅഫി, അതായത് ഐന് ഹമ്മദ ഫഅല, ഐന് മുദഅഫാണല്ലോ, അത് മഫ്ഊലാക്കിയപ്പോൾ മുഹമ്മദായി. ആ മുഹമ്മദ് എടുത്ത് നമ്മൾ എന്ത് ചെയ്ത് ഇസ്മ മഫ്ഊൽ മുദഅഫുൽ ഐൻ എടുത്തിട്ട് അലമാക്കി. മുർത്തജലായ അലമ് ഉസ്മാൻ പോലെ. ഉസ്മാൻ എന്താ? ഉസ്മാൻ അതാണ്ട് എടുത്ത് ഉസ്മാൻ തന്നെ, അല്ലാണ്ട് ഉസ്മാൻ അല്ല. സുആദ്, സുആദ് വേറെ അല്ല, സുആദ് അല്ല. എന്താണ് അങ്ങനെ പാടില്ല ചോദിക്കരുതല്ലോ. അള്ളാഹു നോക്ക, ലുഗവികളടുത്ത് അഗ്ലബുൽ അസ്മാഇ അലമുൻ മങ്കൂല. അഗ്ലബുൽ അസ്മാഇ അലമുൻ മങ്കൂലാണ്. അള്ളാഹു ജല്ല ജലാലു അലമിയ്യത്താവണതിൻ്റെ മുമ്പ്, അലമിയ്യത്തായി കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലമിയ്യത്തായതിൻ്റെ ശേഷമുള്ള ചർച്ചയല്ല. അലമിയ്യത്താവണതിൻ്റെ മുമ്പ് എന്തായിരുന്നു എന്നുള്ള ചർച്ചയാണ്. അലമിയ്യത്തായതിന് ശേഷം ചർച്ചയല്ല. അള്ളാഹ് എന്നുള്ള ആ റബ്ബിൻ്റെ നാമം എന്നുള്ളത് അത് ഒന്നീന്ന് വന്നിട്ട് അങ്ങനെ ആയതാണോ? കാരണം അല്ല എന്ന് പറയണതിൻ്റെ മുമ്പ് റബ്ബ് ജല്ല ജലാലുഹു മുഅ്മിനീങ്ങളെ അതായത് ആൾക്കാരെ താരീഫ് ചെയ്യുന്നത് ഒരു തഅദീം കൊണ്ടല്ലേ, ആൾക്കാർക്ക് തിരിയുന്ന ഭാഷയിലല്ലേ? അല്ല, തിരിയുന്ന ഭാഷയിലല്ലേ? അപ്പോൾ ആൾക്കാർക്ക് തിരിയണ്ടേ എന്തിനാ വന്നതെന്നുള്ളത്? അള്ളാഹ് എന്ന് പറയുമ്പോൾ എന്തിനാ വന്നത് തിരിയണ്ടേ? അപ്പോൾ മിക്ക ഉലമാക്കളും പറഞ്ഞ് എന്ത്? അള്ളാഹ് എന്ന് പറയുന്നത് ഇലാഹി എന്ന് വന്നതാണ് എന്ന് പറഞ്ഞ്. ചിലവർ പറഞ്ഞ് അലഹേന്ന് വന്നതാണ്, ഹൈറാനായി എന്ന്, വലഹേന്ന് വന്നതാണ്, അലഹ വലഹ ഐന്ന് വന്നതാണ്. وإليه مال الأكثرون من اللغويين والبلاغيين وأصحاب الكتب. لكن സുയൂത്തി റഹിമഹുല്ലാഹു ഇത്ഖാനിൽ പറഞ്ഞതും അതുപോലെ തന്നെ എന്താണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതും നമ്മൾ ഉസ്താദ് പറഞ്ഞ ഷാജഹാൻ തങ്ങൾ പറഞ്ഞ അനുസരിച്ചിട്ട് ബാക്കിയുള്ള മദാഹിബിൻ്റെ ആൾക്കാരും അഭിപ്രായം അങ്ങനെയാണെന്ന് അറിഞ്ഞ് ഞാൻ ബഹ്സ് ചെയ്തിട്ട് കണ്ടിട്ടില്ല. അല്ലാഹു അലം. ഒരു സിഖത്താണ്. കാരണം അൽ ഉലമാഉ മുസദ്ദഖൂന ഫീ വഅൻഖാലിഹിം അഖ്വാലിഹിം وأنقالهم مصدقون في أقوالهم وأنقالهم. നമ്മൾക്ക് ഗായത്തു മാ നഖുൽ അന്നനാ ലം നഖിഫ് അത്രേ പറയാനുള്ളൂ. ഇല്ല എന്ന് പറയൽ അത് ശരിയല്ല. കാരണം ഷാജഹാൻ തങ്ങൾ മഅറൂഫുൻ ബി ദിഖ്ഖത്തി ഇബാറത്തിഹി, ഒരു സാധാരണ ഒരു ഇത്ലാഖാത്ത് പറയാറില്ല. മാത്രമല്ല അത്രയും തഹ്ഖീഖോടെ മാത്രം സംസാരിക്കുന്ന ആളാണ്.
ഓര് പറഞ്ഞ് 4 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും മുർത്തജലാണ് എന്നുള്ള അഭിപ്രായത്തിലാണ് അള്ളാഹു മുർത്തജല അലമു മുർത്തജലാണെന്നുള്ളത്. എടുത്തോളി. അദബല്ലായ്മ എന്ന് പറയൂലല്ലോ. കാരണം അള്ളാഹ് എന്നുള്ള ഇസ്മിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? അള്ളാഹ് എന്ന് പറഞ്ഞ ഇപ്പോൾ അലമും മങ്കൂലാണ് എന്ന് പറഞ്ഞവരും അദബന്നെയല്ലേ കാണിക്കുന്നത്. കാരണം അതിൻ്റെ നാമത്തിൻ്റെ അർത്ഥം കൂടുതൽ തിരിയും തോറും അള്ളാഹുവിൻ്റെ അസ്മാകൾ തിരിയല്ലേ ചെയ്യുക. ഒരു ജാമിദായി എന്ന് പറയണേലും ഉപരി അള്ളാഹുവിൻ്റെ ആ ഇസ്മിൻ്റെ അർത്ഥത്തിലേക്ക് ആഴത്തിൽ പോകുമ്പോഴല്ലേ ആൾക്കാർക്ക് കൂടുതൽ തിരിയുക. നോക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ലുഗവികളും ഫുഖഹാക്കളെ മിക്ക കിതാബുകളിലും ഉലമാക്കളെ മിക്ക കിതാബിലും എന്താണ് അലമും മങ്കൂലായിട്ട് തന്നെയാണ് എടുക്കാറ്. അലമും മുർത്തജലായിട്ടല്ല അള്ളാഹു എടുക്കാറ്. പിന്നെ ഉലൂമുൽ ഖുർആനും തഫ്സീറിൻ്റെ ആൾക്കാരും ചിലരും പിന്നെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. തൗഖീഫിയാണെന്ന് അറിയുക. ഇലൈഹി അമീലു ഹഖീഖത്തൻ ലാക്കിൻ അന ലാ അർദ എന്താണ് ഒരിക്കലും അലമും മങ്കൂലിനെക്കാട്ടിയും അദബ് അലമും മുർത്തജലും അല്ലേ എന്നറിയുമ്പോൾ അലമും മങ്കൂലാണ് അക്സർ അദബ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ അതും ഇതാക്കുന്നത്. വൽ മഅറൂഫു റബ്ബ് ജല്ല ജലാലുഹുവിൻ്റെ ബാക്കിയുള്ള അസ്മാകൾ നോക്കുമ്പോൾ അത് മങ്കൂലായിട്ടല്ലേ കാണുന്നത്. റഹ്മാൻ മങ്കൂലാണ്, റഹീം മങ്കൂലാണ്, എന്താണ് എന്താണ് മാലിക്കുൽ മുൽക്കി ദുൽ ജലാലി വൽ ഇക്റാം മങ്കൂലാണ്. അലമ് എന്ന് പറയുന്നതും ഇസ്മ ദാത്ത് തന്നെയല്ലേ? അതൊരു ഇസ്മ തന്നെയല്ലേ? അലമ് ദാത്തിൻ്റെ ഇസ്മല്ലേ? അപ്പം മങ്കൂലല്ലായും ആവില്ലല്ലോ. അദബ് പാലിക്കൽ അലമിയ്യത്തായതിന് ശേഷമല്ല ഈ ചർച്ച. അലമിയ്യത്താവണേൻ്റെ മുമ്പ് എന്തായിരുന്നു എന്നാണ് ചർച്ച. അപ്പം അദബിൽ അതും ഇതും അദബ് എവിടെ താറുത് ഇതിൽ കുറേ ആണ്ട് ഇട്ടിട്ട് അങ്ങനെയല്ലേ അദബല്ലേ എന്ന് പറയുന്നത്. ഹാദ നൗഉൻ മിനൽ എന്താണ് ആവശ്യമില്ലാത്ത എനിക്ക് ബഹ്സ് എന്തിനാ വരുന്നത്? ബഹ്സ് വരുന്നത് ആ മാന കൊണ്ട് കൽബിക്ക് തഅദീം എത്തിക്കാൻ പറ്റുമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. നമ്മൾ പറയുന്നത് പറ്റൂല അവർ അദബാണോ അദബല്ലേ എന്ന് അറിയുമ്പോൾ പിന്നെ അവർ ഇത്രയും കാലം ഉണ്ടാക്കിയത് എന്തിനാണ്? റളിയല്ലാഹു അൻഹും വറദാഹും. ഖാല വന്നബിയ്യു ബദലുൻ മിൻഹു ഔ ഹുവ അത്ഫു ബയാൻ ഖുൽതു ഔലാ മിൻഹു. ബദൽ എന്ന് അറിയണതിനെക്കാട്ടി ഔല, അത്ഫു ബയാൻ എന്ന് അറിയണതിനെക്കാട്ടി ഔല എന്താണ്? നഅത്ത് എന്ന് അറിയാലോ. നബിയ്യ് എന്ന് പറയുന്നത് നഅത്ത് അവലാണ് ഔല എന്തിനെക്കാട്ടിയും. ബദലും ഇവിടെ ബദലുൻ മിൻഹു ഔ ഹുവ അത്ഫു ബയാനിൻ എന്ന് പറഞ്ഞു. അന്നബിയ്യ് സയ്യിദിനാ മുഹമ്മദിനിൻ നബിയ്യ് എന്ന് പറഞ്ഞു. അന്നബിയ്യ് ഇവിടെ പറയുന്നു വന്നബിയ്യു, നബിയ്യ് എന്ന് പറയുന്നത് ബദലാണെന്ന് പറഞ്ഞു. ഖുലു നഅതു ഔലാ മിനൽ ബദൽ. കാരണം ബദൽ അത്ഫ് എന്ന് പറയുന്നത് ശരിക്കും ഇഷ്തിഖാഖ് ഏതല്ല എന്നുള്ളത് അറിയാത്ത ഉമൂമിന് ഉപയോഗിക്കുന്ന സംഭവമാണ് ബദലിയത്ത്. നഅത്ത് ഇഷ്തിഖാഖ് അറിഞ്ഞാൽ പിന്നെ നഅത്തല്ലേ? നഅത്തല്ല ഔല. നബി നബഎന്നാണ് നബുവത്തിന്നാണെന്ന് അറിഞ്ഞാൽ പിന്നെ അതൊരു മുഷ്തഖായ ഒന്നല്ലേ? ഫന്നഅതു ഔലാ മിൻ കൗനിഹി ബദലുൻ ഔ അത്ഫ് ബയാൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിന നഅത്തല്ലല്ലോ, ഹഖീഖത്തി നഅത്താണെന്ന് പറഞ്ഞാൽ നഅത്തല്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ മൻഊത്ത് നഅത്ത് മൻഊത്തിൻ്റെ മുമ്പ് വന്നു കഴിഞ്ഞാൽ അത് നഅത്തായില്ല, അത് മഹല്ലിൻ്റെ ഇഅ്റാബല്ലേ. സയ്യിദിന എന്നുള്ള ഇസ്മ മജ്റൂറാന്ന് പറഞ്ഞല്ലോ. നമ്മളെവിടെ ഇരുന്ന് മുഹമ്മദ് എന്നുള്ളതാണ്
സയ്യിദിന എന്നുള്ളത് അസ്ലായി, പേരായി, നബിക്ക് പേരാണ്, നബിക്കല്ല. വഅന അഖൂലു വഅഅതഖിദു ഹാദാ കുല്ലു വസ്ഫിൻ മിൻ ഔസാഫി ഇസ്മുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാൾ പറയണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലക്ഷ പേരുണ്ടെന്ന് പറഞ്ഞാൽ അഖുൽ നഅം കുല്ലു വസ്ഫിൻ ഇസ്മുല്ലാഹ് ഫഅഖുൽ സയ്യിദുനാ സയ്യിദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സയ്യിദുന ഇവിടെ ഇസ്മാണ്. സയ്യിദുന സയ്യിദല്ലേ, നബീനെക്കാട്ടി വലിയ സയ്യിദാരാ? ഒരു ഇസ്മ ഒരു വസ്ഫ് കമാലിക്ക് എത്തിയ അത് ഇസ്മിൻ്റെ സ്ഥാനത്തായില്ലേ? ഹദ കിതാബു നിയംഷി എന്നറിയാം, അയാളെ സിഫത്തല്ല, അയാളാണ് കിതാബ് എന്ന് പറഞ്ഞത്. ഖുർആാനു നിയംഷി, അയാളെ ഖുർആൻ എന്ന് വിളിച്ചത്, അല്ലാണ്ട് അയാൾ വസ്ഫ് ഖുർആനാണെന്നല്ല പറഞ്ഞത്. ഹുവ കൽ ഖുർആനി യംഷി എന്നല്ല പറഞ്ഞത്. നഅം ഖാൽ والنبي بدل منه أو هو عطف بيان أقول بل نعت أولى نعت نريلانا أولى اشتقاق اللوند അത് ഞാൻ മുമ്പത്തെ ദർസുകളിലും ബയാനാക്കിയതാണ്. നഅത്ത് ഉണ്ടെങ്കിൽ അത് ഇഷ്തിഖാഖ് ഉണ്ടെങ്കിൽ ഔലാദാണ്. ബദൽ എന്ന് പറയുന്നത് ഇഷ്തിഖാഖ് ഇല്ലായ്മ വരുമ്പോഴാണ് അതിൽക്ക് ലുജൂ ആയ. ഖാൽ വഅല ആലിഹി, ആലിൻ്റെ മേലിൽ സലാത്തും സലാം ഉണ്ടാവട്ടെ. മഹത്തിന് പറഞ്ഞനുസരിച്ച് സലാത്ത് ഉണ്ടാവട്ടെ. ആലിഹി താഹിരിൻ, ആല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല മദ്ഹബിൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആല് എന്ന് മുത്ലഖായിട്ട് പറഞ്ഞാൽ ഹും ബനു ഹാഷിം വ ബനുൽ മുത്തലിബ് ഫഖത്ത്. വഇൻ ഖാലൽ മുതഅഖിറൂന എന്ത് കുല്ലു മുഅ്മിനിൻ തഖിയ്യിൻ എന്ന് പറഞ്ഞു. ഹാദ ഇഖ്തിയാറുൽ ഇമാം നവവി റഹിമഹുല്ലാഹ്. മദ്ഹബുൽ ഇമാം ഷാഫിഈ എന്ത് ആല് എന്ന് മുത്ലഖായിട്ട് പറഞ്ഞാൽ, ഖൈദില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ബനു ഹാഷിമും ബനുൽ മുത്തലിബ് മാത്രമേ ഉള്ളൂ, കുല്ലു മുഅ്മിനാവില്ല. അപ്പോൾ പിന്നെ കുല്ലു മുഅ്മിനാവണം എന്നാണ് ദലീല് വേണമെന്നാ. പക്ഷേ ഷാഫി ഇമാമല്ലല്ലോ, ഷാഫി മദ്ഹബ്. വൈലൈഹി അയ്ദൻ ദഹബ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് തുഹ്ഫയിലൊക്കെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആല് എന്ന് പറഞ്ഞാൽ ആൽ ബൈത്ത് ബനു ഹാഷിം ബനുൽ മുത്തലിബ് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബനു ഹാഷിം അല്ലേ, ഇന്നത്തെ അറിയപ്പെട്ട തങ്ങന്മാരൊക്കെ ബനു ഹാഷിം തന്നെയാണ്. ബനു ഹാഷിമും ബനുൽ മുത്തലിബും രണ്ടാൾ. മുത്തലിബ് എന്ന് പറഞ്ഞാൽ അബ്ദു മനാഫിൻ്റെ രണ്ട് മക്കള്, ഹാഷിമും മുത്തലിബും. ഹദീസ് ഉണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരും ആലു ബൈത്താന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പറഞ്ഞു ഉണ്ടല്ലോ, ഉണ്ട്. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞാൽ അബ്ദു മനാഫിൻ്റെ മകനായ ഹാഷിം, ഹാഷിമിൻ്റെ മകനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നി അബ്ദുൽ മുത്തലിബ് ഇബ്നി ഹാഷിം. ഹാഷിമിൻ്റെ എല്ലാ മക്കളും ആൽ ബൈത്താണ്. മനസ്സിലായ? മുസ്ലിമായത് എത്തിബാറയുള്ളൂ, ഇസ്ലാമില്ലെങ്കിൽ പോയി. അപ്പോൾ മുസ്ലിമായ എല്ലാ മക്കളും. അതുപോലെ തന്നെ മുത്തലിബും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഞാനും അവരും ഒന്നാണ്, ജാഹിലിയത്തിലും ഇസ്ലാമിലും. ഞങ്ങൾ ബനു ഹാഷിമും ബനുൽ മുത്തലിബ് ഒന്നാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ബനു ഹാഷിമും ബനുൽ മുത്തലിബിനും എന്താണ്? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിസ്മത്ത് ചെയ്യുമ്പോൾ തങ്ങന്മാർക്ക് കൊടുക്കാത്ത പോലെ ബനു മുത്തലിബിനും കൊടുത്തിട്ടില്ല. മനസ്സിലായ? അപ്പോൾ ഫബാന മിൻ ദാലിക അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ബനു മുത്തലിബും എന്താണ്? ആലു ബൈത്താണ് മുഹഖഖൻ. ഇമാം ഷാഫിഈ മുത്തലിബിൻ്റെ മക്കളിൽപ്പെട്ടതാണ്, ഹാഷിമിൻ്റെ മക്കളിൽപ്പെട്ടല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ ഇദ്രീസിൽ മുത്തലിബി എന്ന് വിളിക്കുന്നത്. അതിലേക്ക് വരാം, പേര് വരുന്നുണ്ടല്ലോ. ഖാല അത്താഹിരീൻ, അത്താഹിരീനെ കൊണ്ട് ഖൈദാക്കിയപ്പോൾ കുറച്ചുകൂടി ഇസ്ബാത്ത് ചെയ്ത്. ഹും കമാ ഖാല ഷാഫിഈ, ആലിൻ്റെ ഷർഹൻ, താഹിരീൻ്റെ ഷർഹല്ല. കമാ ഖാല ഷാഫിഈ, ഷാഫി ഇമാം പറഞ്ഞതുപോലെ. ഇബ്നു ഖാസിം പറഞ്ഞു ഷാഫി ആലിന് എന്താ പറഞ്ഞത്? മുത്തലഖായിട്ടുള്ള ആലിനെ. അഖാരിബുൽ മുഅ്മിനീന മിൻ ബയാനിയാണ് തൻസീസ്. മിൻ ബനി ഹാഷിമി വ ബനിൽ മുത്തലിബ്. വഖീല വഖ്താറഹു നവവി ഇന്നഹും കുല്ലു മുസ്ലിം. ഇങ്ങനെ തന്നെയാണ് ഫത്ഹുൽ മുഈനിലും പറഞ്ഞിട്ട്. ഫത്ഹുൽ മുഈനും തർജീഹ് ചെയ്തത് എന്താണ്?
അങ്ങനെയല്ലല്ലോ ഫത്ഹുൽ മുഈൻ പറഞ്ഞ ആല് എന്ന് പറഞ്ഞാൽ ബനുൽ മുത്തലിബ് ബനുൽ ഹാഷിം വഖീല കുല്ലു മുഅ്മിനിൻ തഖി വജസമ ബിഹി നവവി ഫി ശറഹ് മുസ്ലിം എന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ഫത്ഹുൽ മുഈനിലും പറയുന്നത്. പക്ഷേ അർത്ഥം വെക്കണവർ പറഞ്ഞു കൊടുക്കുക ആല് എന്ന് പറഞ്ഞാൽ കുല്ലു മുഅ്മിനിൻ തഖിയാണ്. സൈനുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹു തആല ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞത്. സൈനുദ്ദീൻ തങ്ങൾ പറഞ്ഞു ആല് എന്ന് പറഞ്ഞാൽ ആരാൻ ശറഹ് അപ്പം തന്നെ ബയാനാക്കി. ആല് എന്ന് പറഞ്ഞാൽ ബനു ഹാഷിം ബനു വഖീല തംരീദ് ചെയ്തിട്ട് പറഞ്ഞതാണ് ജസ്മ്. അപ്പോൾ പിന്നെ എന്തിനാ മറ്റേ അഭിപ്രായം കൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ അഭിപ്രായം കൊടുത്താൽ അതില്ലേ لأن قول المذهب لأن هذا قول أما قول النووي فهو قول اختاره بعض العلماء. അപ്പോൾ പിന്നെ നവവി ഇഖ്തിയാർ ചെയ്തെന്ന് എടുത്ത് പറയണ്ടല്ലോ. നവവിൻ്റെ ഇഖ്തിയാറാണെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാത്തു ചെല്ലുമ്പോഴൊക്കെ ആല് ബൈത്ത് തന്നെയാണ് ഈ നേരത്തെ ഇപ്പോഴത്തെ തങ്ങന്മാർക്കൊക്കെ സ്വലാത്ത് പോകും. നമ്മളൊക്കെ എന്തായാലും അവർക്ക് ചെറുപ്പുണ്ട്. പക്ഷെ അതുണ്ടല്ലോ, കാരണം അതിൽ ഉലമാക്കൾ അയിമ്മത്തുൽ ഇസ്ലാം തങ്ങന്മാരല്ലാത്തവരും തങ്ങന്മാരും എല്ലാവരും പ്രത്യേക സാലിഹ്യങ്ങളാവട്ടെ അല്ലാത്തവരും മുഅ്മിനായാൽ മതി, മുസ്ലിമായ സലാഹ് മുഅ്മിൻ ഈമാൻ്റെ ഷർത്തല്ലല്ലോ. എന്ത് ഈമാൻ്റെ ഷർത്ത്? ഈമാന് ഷഹാദത്ത് കലിമ ഉണ്ടാവലും അസ്ലി ഈമാൻ ഉണ്ടാകാതില്ല. യാ ഷെയ്ഖ് ഹാദാ ഷറഫുൻ അഅതാഹുമുല്ലാഹ് ഇൻതഹൽ കലാം. ഇതിൽ അഇമ്മത്തുൽ ഇസ്ലാം ഇത്തിഫാഖായിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് നസബുള്ള ആൾക്കാരുണ്ട്. നസബ് എന്ന് പറഞ്ഞാൽ ഷിയാക്കൾക്ക് റാഫിദിയ്യത്തുള്ളത് പോലെ തിരിച്ച് ഇങ്ങോട്ട് ആല് ബൈത്തിനെ തീരെ വേണ്ടെന്ന് പറഞ്ഞ കൂട്ടരുണ്ടായപ്പോഴാണ് കുറച്ച് മുസീബത്ത് ഉണ്ടായത്. വൈല്ല അഇമ്മത്തുൽ ഇസ്ലാം അഗ്ലബുഹും മുത്തഫിഖൂന അലാ ഷറഫി ആലിൽ ബൈത്ത്. ആൽ ബൈത്തിന് ഷറഫുണ്ടെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിത്അത്ത് ബാക്കിയാണ്. ജസദിൻ്റെ ഒരു ഖിത്അത്ത് ബാക്കിയാവും. ആ ബാക്കിക്ക് ബർക്കത്തുണ്ടല്ലോ. നബിയുടെ ഒരു ചെറിയ അസറിന് ബർക്കത്തുണ്ടെങ്കിൽ ഹഖീഖത്തായി ദമിനും ലഹമിനും ബർക്കത്തുണ്ട്. അത് വിചാരിച്ചിട്ട് ഇസ്ലാമിൻ്റെ മുഖാലഫത്ത് ചെയ്താൽ നമ്മൾ ആ മുഖാലഫത്തിനെ ഇൻകാർ ചെയ്യുന്നു. ഏതുപോലെ ഇബ്നു അറബി റഹിമഹുല്ലാഹു റളിയല്ലാഹു അൻഹു ഉദാഹരണം പറഞ്ഞു. ഇബ്നു അറബി എന്ന് പറഞ്ഞ സൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒന്നുണ്ട്, എന്താണ് തങ്ങന്മാർ നമ്മളിൽ ആരെ പോലെയാണ്? ഒരു സയ്യിദിൻ്റെ മോനെ, അതായത് ഒരു യജമാനൻ അടിമനോട് പറഞ്ഞ്, മുഅല്ലിമായ അടിമനോട് മൗലനോട് പറഞ്ഞ് എൻ്റെ മോനെ പഠിപ്പിക്ക്, അവന് കുറുമ്പാട്ടി അടിച്ചോന്നറിഞ്ഞ്. അടിച്ചോ എന്ന് പറഞ്ഞതിനർത്ഥം ആണ്ട് കീറിപ്പൊളിക്കലും വില്ലത്തിലാക്കണം എന്നല്ല. തർബിയത്ത് ചെയ്തോ, ഞാൻ പറയുന്ന പോലെ നടന്നില്ലല്ലോ അടിച്ചോളി എന്നുള്ള ഒരു എന്താണ് സലാഹിയത്ത കൊടുത്തിട്ടുള്ളത്, പെർമിഷൻ കൊടുത്തതാണ്. അതുപോലെ തന്നെയാണ് ആല് ബെയ്ത്ത് നമ്മളിൽ അലൈക്കും ബി സുന്നത്തി എന്ന് പറഞ്ഞാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രത്തി എന്ന് പറഞ്ഞ് നിർത്തിയില്ല, ആല് ബെയ്ത്തി എന്ന് പറഞ്ഞത്. എൻ്റെ ഇത്രത്തായ ആല് ബെയ്ത്തിനെ നിങ്ങൾ എന്താണ് നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ നന്നായിട്ട് നോക്കണേ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വസിയ്യത്തും ഉണ്ട്. മനസ്സിലായ? തെറ്റുകൾ തിരുത്തണം. അവർക്ക് കൂടുതൽ നുസ്ഹ ചെയ്യണം എന്നാ, കൂടുതലും അവർക്ക് നുസ്ഹ ചെയ്യണം. ദില്ലത്തിലാക്കരുത്. അതിൽ നിന്ന് വേറെ കാര്യം പഠിക്കും. അത് ചെയ്യാനല്ലേ നമ്മളെ നുസ്ഹകളില്ലാണ്ടാണ്. മുഅല്ലിമിൻ്റെ ഇല്ലല്ലോ. അത് ഇബ്തിദാഅൻ മുഅല്ലിമിൻ്റെ നുസ്ഹ ഉണ്ടാവണം. ഇബ്തിദാഅൻ മുഅല്ലിമിൻ്റെ തലേ കയറണില്ലെങ്കിൽ നമ്മളെ ബാധ്യത, ഇഷ്ടമുള്ള ആൾക്കാരെ ബാധ്യത തലേ കയറണില്ല വീണ്ടും നുസ്ഹ ചെയ്യണം. കുറ്റം പറയൽ നുസ്ഹല്ലല്ലോ. ഏതുപോലെ ഉണ്ടാവും? യജമാനൻ്റെ മോനെ കുറിച്ചിട്ട് ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് ആൾക്കാരോടൊക്കെ നമീമത്ത് പറയണം, ഗീബത്ത് പറയണമെന്ന രൂപത്തിൽ വിളിച്ച് പറയുമ്പോൾ അത് പരിധി കഴിഞ്ഞാലും ആയിക്കോട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നുസ്ഹ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറിച്ച് കുറേ ദില്ലത്തും മഹാനത്തും പറയണേലും നമ്മളവരെ അടുത്ത് പോകാണ്ടിരിക്കുക. സമുദായത്തിൻ്റെ നേതാക്കന്മാരാണ് ബാക്കിയുള്ള നോക്കേണ്ടത്, അല്ലാണ്ട് അവാമുന്നാസിൻ്റെ ബാധ്യത അല്ല. അത് അയിമ്മത്തിൻ്റെ ബാധ്യതയാണ്. അവാമുന്നാസിന് അങ്ങനത്തെ ഒരു ബാധ്യത അല്ലാഹു കൊടുത്തിട്ടില്ല. അതിന് ആ അവാമിൻ്റെ നേതൃത്വത്തിലുള്ള ഉലമാക്കളെ ബാധ്യത ഉലമാക്കൾ എടുക്കും. ഇല്ലെങ്കിൽ ആ ഉലമാക്കൾ മസ്ഊലിങ്ങളാണ്, അവാമിങ്ങൾ മസ്ഊലിങ്ങളാവില്ല.
ഉലമാക്കൾ അവർക്ക് അറിയാമല്ലോ അവരെങ്ങനെ പ്രതികരിക്കേണ്ടതെന്നുള്ളത്. ആ അത് നിങ്ങൾ ഇങ്ങനെ ചെയ്യേണ്ടത്, ആ ഈ തങ്ങന്മാര് അതിനെതിരെ അങ്ങനല്ല ഇങ്ങനെയാണ് ഇതാണ് ശരിയെന്നും പറഞ്ഞിരുന്നു. ആ തങ്ങന്മാർ നോക്ക്, ആല് ബെയ്ത്ത് എന്നുള്ളത് കൊണ്ട് ഇൽമിയിൽ പറയാനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടില്ല. ഇൽമിയിൽ മുതാഅയത് തങ്ങന്മാരല്ല, ആല് ബെയ്ത്താണ്. അല്ല, തങ്ങന്മാരല്ല, ഉലമാക്കളാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ. ഹഖീഖിയ ഇൽമിൻ്റെ വാരിസ്യങ്ങൾ, ദീനിൻ്റെ വാരിസ്യങ്ങൾ എന്താണ്? വറസത്തുൽ അംബിയ എന്ന് പറഞ്ഞാൽ നുബുവത്തിൻ്റെ വാരിസ്യങ്ങൾ ഉലമാക്കളാണ്. അവർ പറയുന്നത് കേൾക്കണോ വേണ്ടതെന്നല്ല, ദീനിൻ്റെ കാര്യത്തിൽ അവരെ കാര്യങ്ങൾ കൂടുതൽ എടുക്കൂല. ആ പറഞ്ഞു തരിക, ഇൽമിൻ്റെ കാര്യത്തിൽ വാദിഹാണ്. പക്ഷേ അത് ധരിച്ചിട്ട് അവർ എത്ര തമ്മാടിത്തരം ചെയ്താലും ഇഷ്ടം അവിടെ ബാക്കിയാവണം. പക്ഷെ അവഗണിക്കാന്നല്ല, ആള് എന്താവട്ടെ അതിൽ മഹാനത്തും മദല്ലത്തും ചെയ്യരുത്. പക്ഷേ ദീനുൽ ഇസ്ലാമിനെ എതിര് പോകുന്നതോ അല്ലെങ്കിൽ ഉലമാക്കളെ ഇല്ല, അതില്ല. അത് നസീഹത്തിൻ്റെ ഒരു ഭാഗമാണ് ഇൻകാറുൽ മുൻകർ. അതായത് അങ്ങനെ മുത്തനബി ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം കുടുംബം വെച്ചിട്ടില്ല. അങ്ങനല്ല, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആലിനെ ബഹുമാനിക്കന്നെ വേണം. അത് ആമിയാണെങ്കിലും ആലിമാണെങ്കിലും. പക്ഷെ ബഹുമാനം വേറെ, ദീനിൻ്റെ കാര്യം വേറെ. ദീനിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ അത് ഉലമാക്കൾക്കാണ്. മറദ്ദൂ ഇലൽ ഉലമ ലാ ഇലാ അഹ്ലുൽ ബൈത്ത്. അത് അമ്രൻ മഖ്ദിയ. കൂട്ടണ്ട അത് കോർക്കാൻ പാടില്ല. അത് കൊർക്കല്ല വേണ്ടത്. ഉലമാക്കളെ പണിയെടുത്താൽ മതി. ഉലമാക്കളെ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടം വേണ്ട, കൊർക്ക വേണ്ട. ആൽ ബൈത്തിനെ തഅ്ദീം ചെയ്യുക. പക്ഷേ അങ്ങനെ തഅ്ദീം ചെയ്യുന്നത് കൊർക്കരുത്. അത് മുസീബത്തുണ്ടാവും. കാരണം മുസീബത്താണ് ഈ കാലത്തും. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസ്താദ് മഹലിൽ നിന്ന് പുറത്ത്, ഈ ഉസ്താദ് പള്ളിയിൽ നിന്ന് പുറത്ത്, ഈ ഉസ്താദ് മദ്രസയിൽ നിന്ന് പുറത്ത്. അത് ഉലമാക്കളെ അതിന് എന്ത് ചെയ്യണം? ഉലമാക്കളെ ഇതെല്ലാം കണ്ടുകഴിഞ്ഞാലും കുറച്ച് ടീം നമ്മളോട്ട് ഇതൊരു വസ്തുതയാണ്, ആരും നിഷേധിച്ചിട്ട് കാര്യം. ഇൽമിയിൽ ഉലമാക്കളാണ് ഇതാക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും ഒരു കാരണവശാലും ഇൽമില്ലാത്ത അഹ്ലുൽ ബൈത്തിനെ ഇത്തിബാ ആക്കില്ല. അതാണ് അസ്ല്. അത് നമ്മളിപ്പോൾ പ്രശ്നം വേണ്ട, ഇനി അതിൽ നിങ്ങൾ സംസാരിക്കണ്ട. കാരണം ഇതിൽ നിലപാട് കൃത്യമാണ്. അതിൽ നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട. ഇത് ഇബ്നു ഖാസിമിൻ്റെ കിതാബാണ്. പിന്നെ ഇതിലുള്ള ഇഞ്ഞും ചർച്ച ഇടുന്നുണ്ടെങ്കിൽ പുറത്താക്കും ഞാൻ. ഇത് കുറേ വട്ടായി പറയുന്നത്. അതിൽ കൃത്യമായിട്ട് പറഞ്ഞ് ആല് ബൈത്തിനെ നമ്മൾ തഅ്ദീം ചെയ്യുക. ദീനിൻ്റെ ആൾക്കാർക്ക് ആല് ബൈത്തിന് ദീന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എക്സ്ട്രാ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഉലമാക്കളെ മൻഹജി പോയിട്ട് ഇൽമു പഠിച്ച് വന്നാൽ ഇൽമു പറഞ്ഞോളി, ഇൽമു പഠിച്ച് വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തഅ്ദീം ചെയ്യുക. പക്ഷേ വേണമെങ്കിൽ ബറക്കത്തിന് ദ്വാരക്കാനും പറയും, ദ്വാരക്കാൻ അറിയെങ്കിൽ. പക്ഷേ കിതാബ് എടുക്കാനും ആൾക്കാരെ ദീനിൽ നയിക്കാനും അതിന് അംഗീകരിക്കില്ല. അതിന് ഉലമാക്കളാണ്. ഇൽമില്ലാതെ ഒരാളോട് ചോദിച്ച് പ്രവർത്തിച്ച് ഇൽമു പറഞ്ഞു കൊടുക്കണ ആല് ബൈത്താണെങ്കിലും അത് ഉലമാക്കളെടുത്ത് അംഗീകരിക്കില്ല. അത് ദാത്തിയായ ഇൽമു വേണം. അതായത് ഒരാൾ ബാക്കി നിന്നിട്ട് ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആലിമുണ്ടെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞത് ഇനി ആലിൽ ചർച്ച ചെയ്യണം. പക്ഷെ ഉഹദ്ദിറു ആല് ബൈത്ത് അസ്ഗറുഹും അക്ബറുഹും ആമിയും വജാഹിലും ആഖിലും വഗൈറ ആഖിലിഹിം. ആല് ബൈത്താണെന്നുള്ളിടത്തോളം കാലം ഖിയാമുന്നാൾ വരെ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷറഫ് കൊടുത്തു കഴിഞ്ഞതാണ്. ആ ഒരു ഷറഫിനെ നമ്മൾ ഖൽബിയിൽ അളമത്തോടെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഹദ മുസീബ. ഈ കാലത്തുള്ള ഏറ്റവും വലിയ ഫിത്നത്ത് എന്താ? കുറേ ആൾക്കാരെ ഖൽബിയിൽ തഅ്ദീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ തഅ്ദീം വേറെ വിഷയം, അതന്നെ ഇല്ല. ആല് ബൈത്തിൻ്റെ ഇല്ല.
ചെയ്യുന്നത് റസൂലുള്ളാഹിനെ തഅദീമി ചെയ്യും തന്നെ. ഇതുപോലെ മദീനയോട് ഇഷ്ടം ഉണ്ടാകുന്നത് റൗള അതൊരു അഖ്ലിയായതല്ല, അഖ്ലിയായതല്ല, അഖ്ലിയായതല്ലത്, അഖ്ലിയായതല്ല. റസൂലുള്ളാഹിനെ നേരിട്ട് കിട്ടുന്നില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ആൾക്കാരെ സമീപിച്ചൂടെ? അത് ആമ്യാണെങ്കിലും അതായത് നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദർസിയിലിരിക്കുമ്പോൾ ദർസി വരുന്ന ഉസ്താദ് ദർസി വരുന്ന ഉസ്താദ് കുട്ടി വരുമ്പോൾ കുട്ടിയുടെ കയ്യും കാലും മുത്താണ്ട് കുട്ടീനെ ദർസിയിലിരുത്തുക, ദർസ് കഴിയുക, ദർസൊക്കെ പഠിച്ചിറങ്ങി വലിയ ദർസൊക്കെ പഠിക്കുമ്പോൾ ബാക്കിയുള്ളവരെ പോലെ ഈ കുട്ടി ഇരിക്കുക, പഠിക്കാനോടത്ത് പഠിക്കുക. അതേ സമയത്ത് ഈ കുട്ടി ദർസിയായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടി കയ്യും കാലും മുത്തിക്കോളി. മനസ്സിലായ? അതായത് ദർസി ഇരിക്കുന്ന സമയത്ത് ഇത് തങ്ങളാന്ന് പറഞ്ഞാൽ വാന മാത അഫ്അലു, ഇത് മഖാമുൽ ഇൽമാണ്. മഖാമുൽ ഇൽമിൽ മുഅല്ലിമുണ്ട്, മുതഅല്ലിമുണ്ട്. അക്സറു മാ അഫ്അൽ, എനിക്ക് കൂടുതലായിന ഞാനൊരു കസാര ഇട്ടെടുക്കും, കസാര കുത്തിയിരുന്നോ എന്ന് പറയും. ബഹുമാനിച്ചിട്ട് ആലുബൈത്തിനെ ബഹുമാനിച്ചിട്ട് എന്ത് ചെയ്യും? കസാര കുത്തിയിരുന്നോ, ഞാൻ താഴെ ഇരുന്നോളാം, നിങ്ങൾ കസാര ഇരുന്നോളൂ എന്ന് പറയും. പക്ഷേ അവിടെ എന്താണ് കളിച്ചു കഴിഞ്ഞാൽ കളി മാറും, എല്ലാവരെയും കിട്ടാൻ അടി ചെക്കന് ചിലപ്പോൾ ഞാൻ കൊടുക്കും. قال وعلى آله الطاهرين هذا برني وقيل أخطر ولعل قوله الطاهرين منتزع من قوله ويطهركم تطهيرا إنه برني على بيتنا برني هذه إنه أننا قال وعلى صحابته جمع صاحب النبي صلى الله عليه وسلم صحابة صاحبين جمعين وأننا وقوله أجمعين تأكيد صحابة اسم جمع صاحب النبي എന്ന് വന്നതാണ്. പിന്നെ സഹാബത്ത് നബിയുടെ സഹാബത്തിനെ സഹാബത്ത് എന്ന് അറിയുള്ളൂ, ബാക്കിയുള്ളതൊക്കെ അസ്ഹാബ് എന്ന് പറയുക. അതൊരു ഇഖ്തിസാസും കൂടിയാണ്. അസ്ഹാബു നബി ബാക്കിയുള്ള അപ്പോൾ അതെന്താ മുലാഫായിട്ടാണ് പറയുക, സഹാബ എന്ന് ഇലാഫത്തില്ലാണ്ട് പറയും. قال جمع صاحب وقوله أجمعين تأكيد لصحابته. പക്ഷേ സഹാബത്തി മാത്രമല്ല, ആലിൻ്റെ മേലും അജ്മഈൻ തഅക്കീദ് സലാത്ത് ആലിൻ്റെ മേലും ആണല്ലോ. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചാലും ഞാൻ അങ്ങനെ തന്നെയാണ് സലാത്തിൽ. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തല്ലി അല്ല ഫാത്തിഹ, പിന്നെ അബ്നാഇൻ്റെ മേലിൽ ഫവാത്തിഹ, പിന്നെ അസ്വാജിൻ്റെ മേലിൽ, പിന്നെ അമ്മാത്തിൻ്റെ മേലിൽ, പിന്നെയാണ് ഖുലഫാക്കളുടെ മേലിൽ സ്വലാത്തല്ല റൂമായിട്ട്. ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടോ അക്കാലഘട്ടത്തിലുള്ള സഹാബാക്കളായ ആരാണ് ഉദ്ദേശം എന്നുള്ളത് തിരിയൂലേ? ഏത്? അതുകൊണ്ടാണ് അതിന് ശേഷം സഹാബാക്കളെ പറഞ്ഞത്. അല്ലല്ലോ, ആലി എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ന ആളെ മാത്രം ആല് എന്ന് തഖ്സീസ് ചെയ്തിട്ടില്ല. ബനു ഹാഷിം ബനു മുത്തലിബ് എന്നറിയുമ്പോൾ ജാഫറിൻ്റെ ആലുണ്ടായിരുന്നു, അവരെ മക്കളുണ്ടായിരുന്നു, മാത്രമല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു അലൈഹി സ്വലാമിൻ്റെ കാലത്ത് എന്താണ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ഇവരൊക്കെ ആലാണെന്നുള്ളതിൽ ഇത്തിഫാഖായിരുന്നല്ലോ. താബിഈങ്ങളുടെ കാലത്തും താബിഈൻ്റെ കാലത്തും അത്ബാ താബിഈൻ്റെ കാലത്തും ഷാഫി ഇമാമിൻ്റെ കാലത്തടക്കം ഉണ്ടായിരുന്നപ്പോഴൊക്കെ നൂറുകണക്കിന് ആൾക്കാർ, ഒരാളും രണ്ടാളല്ലോ. മാത്രമല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു കുറേ കല്യാണം കഴിച്ചിരുന്ന ആളാണ്. കല്യാണം കഴിക്കുക തലാഖല്ല കുറേ, ഒന്നും രണ്ടൊന്നല്ല, ഭയങ്കര ഹുസൈൻ റളിയല്ലാഹു ഭയങ്കര. അതായത് ഏതൊരു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ് പെണ്ണ് കൊടുക്കരുത് കേട്ടാ എന്നറിഞ്ഞ്. അപ്പോൾ ആൾക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ തലാഖല്ലിയാൽ ഈ പെണ്ണുങ്ങൾക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇഷ്ടമുള്ളൂ. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു തലാഖല്ലിയാലും എന്താണ് ഹുസ്നുണ്ട്, അവിടെ കൂടി പോകുമ്പോൾ എന്താ നല്ല ഹദിയ കൊടുക്കും. തലാഖല്ലിയാലും നല്ല ഹദിയകൾ കൊടുക്കും എല്ലാവർക്കും. അപ്പോൾ ഹുസ്ന് ഇഷ്റത്തുണ്ട്, തലാഖിന് ശേഷം ഹുസ്നുണ്ട്. അത് അല്ലാഹു അഅലം, അത് ഒരവസ്ഥ അങ്ങനെയാണ്. പിന്നെ കസ്റത്തുൻ നിക്കാഹ് ദുനിയാവിൻ്റെ മത്താആണോ ആഖിറത്ത് ദുനിയാവിൻ്റെ മത്താആയിട്ട് കൂട്ടോ?
ഉലമാക്കൾ തസവുഫിൻ്റെ ആൾക്കാർ പറഞ്ഞ് കസ്റത്തുൻ നിക്കാഹ് ദുനിയാവിൻ്റെ മത്തായിട്ട് കൂട്ടില്ല, അത് കസ്റത്ത് ഉണ്ടാവില്ല, ദുനിയാവിൻ്റെ മത്താവും ആയിട്ട് കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത്. പറഞ്ഞവർക്ക് അത്രല്ല. കാരണം അതും ഒരു സവാബ് കിട്ടുന്നതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദുഈൽ സവാബുണ്ട് ചോദിച്ചാൽ ബുദുഈ സവാബുണ്ട് എന്നല്ല പറഞ്ഞത്. ബുദ്ധിമുട്ടിക്കാതെ അതന്നെ, അല്ലാണ്ട് ഇങ്ങനെ മിസ്വാജ് മുത്തലാഖായിട്ട് നടക്കാൻ പറ്റൂല. പക്ഷേ മിസ്വാജ് മുത്തലാഖ അതായത് ചില സമയത്ത് പറ്റില്ലെങ്കിൽ തലാഖല്ല, എന്തെങ്കിലും ഷറില്ല. പുതിയ ഈ നസ്രാനീയത്തിൻ്റെ ഫിക്ർ വന്നതിന് ശേഷമാണ് എന്താണ് ഒറ്റ കല്യാണം ജീവിതകാലം എന്നുള്ളത് വന്നത്. മാത്രമല്ല അതിന് തലാഖല്ല എന്നുള്ള രൂപത്തിൽ ചിന്താഗതി വന്നത്. ഇല്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഇക്റാം ചെയ്തിട്ടുണ്ട്. എന്ത്, ഈ അടുത്ത കാലത്താണ് ഈ പുതിയ ചിന്താഗതി മാത്രം വന്നിട്ടുള്ളൂ. 50 വർഷം മുമ്പ് വരെ വല്ലുപ്പാർ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ 3ഉം 4ഒക്കെ കെട്ടിയവരുണ്ട്, 2ഉം 3ഉം കെട്ടിയവരുണ്ട്. കെട്ടി തലാഖല്ലി, ആ തലാഖല്ലിയതിനെ വേറെ കെട്ടി, അതും തലാഖല്ലി, അങ്ങനെയൊക്കെ കുറേ ഇഷ്ടം പോലെ ഉലമാക്കളും പണ്ഡിതന്മാരും ഔലിയാക്കളും സാലിഹീങ്ങളും സാധാരണ ആൾക്കാരും എല്ലാവരും ഉണ്ട്. അത് എന്താണ്, ഒരു ആവശ്യമില്ലാണ്ട് കളിക്കാൻ വേണ്ടി തലാഖല്ലല്ലേ, കളിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പ്രത്യേകിച്ച് ആലിമൊക്കെ ആണെങ്കിൽ കുറേ കിതാബും ഷോലും ഉണ്ടാകുമ്പോൾ ഈ പെണ്ണിന് ഹക്ക് വേണ്ടേ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ശർഈയായ സബബ് ഉണ്ടാവും. മാത്രമല്ല സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ ദുനിയാവിൻ്റെ കാര്യങ്ങളിൽ ഇസ്തിഖാമത്തില്ലെങ്കിൽ സയ്യിദു ശബാബി അഹ്ലിൽ ജന്ന ആവില്ലല്ലോ. നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ആൽ ബൈത്ത് മാത്രമാണെങ്കിൽ എന്താണ് സ്വർഗത്തിൽ കിടക്കുക. ആൽ ബൈത്ത് നമ്മൾ നമ്മൾക്ക് തഅദീം ചെയ്യാൻ, പക്ഷെ സ്വർഗത്തിൽ കിടക്കുന്നത് ആൽ ബൈത്ത് ഉണ്ടല്ലോ. ഇല്ലാണ്ട് ഇത്രത്തിനെ ബഹുമാനിക്കണം, ആൽ ബൈത്തിനെ ബഹുമാനിക്കണം, തറക്തു ഫീക്കും എന്ന് പറഞ്ഞാൽ കുറേ ഹദീസ് ഉണ്ട്. അതിൽ കുത്തുബുകൾ ആ കാലം എന്നുള്ളത് നിങ്ങളങ്ങനെ ആക്കുന്നു. മുത്തലഖായി വന്നു കഴിഞ്ഞാൽ യുഹ്മലു അല ഇത്ലാഖിഹി, എന്താണ് മുഖയ്യദാക്കില്ല എന്നല്ല. അക്കാലമാണെങ്കിൽ ഇമാം ഷാഫിഈ എന്തായിരുന്നു, ഇമാം ഷാഫിഈൻ്റെ കാലത്തുള്ള ആൽ ബൈത്തിനെ തഅദീം ചെയ്തിരുന്നില്ല. ഇമാം ഷാഫി തഅദീം ചെയ്തിരുന്നല്ലോ. ഇതാവട്ടെ. ثم ذكر المصنف أنه مسؤول في تصنيف هذا المختصر بقوله. മുസന്നിഫ് പറഞ്ഞ് ഞാൻ ചോദിക്കപ്പെട്ടതാണ് എന്ത് إلا المودة في القربى قل لا أسألكم عليه أجرا إلا المودة في القربى. ഖുർബയിൽ മവദ്ദത്ത് ഉണ്ടാവണം. ആലു ബൈത്തിൽ മുത്തലഖാണല്ലോ, തഖ്സീസില്ലല്ലോ, മുഖയ്യദല്ലല്ലോ. മാത്രമല്ല അതിൽ അതില്ലത്ത് 1ഉം 2ഉം അല്ല, കിതാബുകൾ എഴുതപ്പെട്ട് കഴിഞ്ഞതാണ് അതിൽ. ഞാൻ പറയുന്നത് വെച്ചാല് നബി തങ്ങൾ ഇത്രയും ജനങ്ങളെയും ഉമ്മത്തിനെയും സ്നേഹിച്ച ഒരു നബി അത് അഖ്ലിയായിട്ട് നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരും എന്തിനും ഷറഫ് കൊടുക്കാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആൽ ബൈത്തിനെ ഷറഫ് കൊടുക്കണം എന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനർത്ഥം അത് തവീലാക്കേണ്ട വരില്ല. അത് കാരണം ഉലമാക്കളും അയിമ്മത്തും തവീലാക്കിയിട്ടില്ല, അതിന് വേറെ അർത്ഥം വെക്കൂല. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഹാദാ മറദുൻ തഹ്താജു ഇലാ ഇലാജി. ثم ذكر المصنف حقيقة ثم ذكر, ഈ ثم എന്ന് പറയുന്നത് അത്ഫുൻ അലാ മുഖദ്ദറാണ്. അതായത് മുമ്പ് പറഞ്ഞതിന് ശേഷം, അതിനെക്കാട്ടി ഔല ഇസ്തിനാഫിയാണെന്ന് വെച്ചാൽ മതി. ثم ذكر المصنف أنه مسؤول في تصنيف هذا المختصر بقوله. ചോദിക്കപ്പെട്ടതാണ്, അല്ലാണ്ട് വെറുതെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടിയതല്ല എന്ന് പറഞ്ഞതാണ്. സഅലനി ബഅദുൽ അസ്ദിഖ ജംഉ സദീഖിൻ. ഈ എന്താണ് ബഅദു എന്നുള്ളത് ഒന്നുകൊണ്ടും ജമാഅത്ത് കൊണ്ടും സാദിഖാവും. ഒന്നാണ് ഇവിടെ ബഅദുൽ അസ്ദിഖ കൊണ്ട് ഒന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവിടുന്ന് വരും. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഫഅജബ്തുഹു എന്ന് പറഞ്ഞെന്ന് വരും. ജംഉ സദീഖിൻ വഖൗലുഹു ഹഫിളഹുമുല്ലാഹ് ജുംലത്തുൻ ദുആഇയ്യത്തുൻ. ദുആഇയ്യായ ജുംലയാണ്. അതായത് അല്ലാഹുമ്മ ഹ്ഫദ്ഹു എന്നുള്ള അർത്ഥത്തിൽ ഖബറി ലഫ്ദൻ
ഇൻഷാഇയ മഅനൻ. നഅം. ഹഫിദഹുമുല്ല എന്ന് പറഞ്ഞത് എന്താണ്? ഹഫിദഹുമുല്ല. ആ ഹഫിദ നോക്ക്, അസ്ദിഖായിൽക്കാണ് ആയിദ് ഹഫിദഹുമുല്ലാഹു തആല. പക്ഷേ ഇവിടെ ശരിക്കും വരേണ്ടത് ഹഫിദഹുമുല്ലാഹു തആല ഖാഇദത്തനുസരിച്ചിട്ട് ഈ ബഅദ് സായിലിൽക്ക വരേണ്ടത്. പക്ഷേ അവിടെ ഒരു ഖാഇദത്ത് അങ്ങനെ ആണെങ്കിലും ബഅദിൻ്റെ മുളാഫിന് അസ്ലിൻ്റെ ഹുക്മ് കൊടുക്കും എന്നറിയണ പോലെയാണ്. ബഅദിൻ്റെ കുല്ലിൻ്റെ ഒക്കെ ഇതിന് അസ്ലിൻ്റെ ഹുക്മ് കൊടുക്കണം എന്നറിയണ പോലെയാണ് ഇവിടെ. അപ്പോൾ ഫായിദത്ത് കൂടുതലും അസ്ദിഖായിൻ്റെ മേൽക്ക് എന്താണ് ഔദ് ചെയ്യല ലമീർ. മനസ്സിലായി? അതുകൊണ്ടാണ് ഹഫിദഹുമുല്ല എന്നറിഞ്ഞത്. ബഅദിൻ്റെ മേലാണെങ്കിലും പിന്നെ ഹഫിദഹുമുല്ല ബഅദിൻ്റെ മേലാണ് അസാലത്ത് കൊടുക്കേണ്ടത്. കാരണം മുളാഫിലൈൻ്റെ മേലല്ല, മുളാഫിൽക്കാണ് ഹുക്മ് കൊടുക്കേണ്ടത്. പക്ഷെ അപ്പോൾ നിങ്ങൾ ചോദിക്കും ബഅദിന് ഇഫ്രാദല്ലേ വേണ്ടത്? തെറ്റാണ്. കാരണം ബഅദിൻ്റെ മുളാഫിൻ്റെ ഹുക്മാണ് ബഅദിന് വരാം. അല്ലാണ്ട് മുളാഫിലൈൻ്റെ ഹുക്മ് മുളാഫിന് വരൂല എന്നറിയണ പോലെയല്ല ബഅദിൻ്റെ കുല്ലിൻ്റെ. എന്താണ് പ്രശ്നം? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ബഅദുൽ അസ്ദിഖാഇ ഹഫിദഹുമുല്ല എന്നുള്ളത് ഈ ബഅദ് സാദിഖും ബിൽ വാഹിദി വബിൽ ജംഇ എന്ന് പറഞ്ഞ്. ബഅദുൽ അസ്ദിഖ എന്ന് പറഞ്ഞാൽ അത് ഒരാളെ ഉദ്ദേശിക്കുക. ചില ആൾക്കാർ പറഞ്ഞു ഈ ചിലതൊന്നും ആവാം, ജമാഅത്തും ആവാം. ഫഅജബ്തുഹു കൊണ്ട് അത് ഒന്നാന്ന് സ്ഥാപിച്ചു. ഒരാൾ സഅലനി സദീഖുൻ എന്നറിയണതിനെക്കാട്ടി ഔല സഅലനി ബഅദുൽ അസ്ദിഖ. എവിടെ അസ്ദിഖ എന്ന് പറഞ്ഞ ലുഗത്തിൽ എന്താണ് ജംഉ സദീഖ അല്ലാണ്ട് പിന്നെ മുദക്കർ സദീഖ. لا حول ولا قوة. وقوله حفظهم الله جملة دعائية. وأن أعمل مختصرا هو ما قل لفظه وكثر معناه. هو ما قل لفظه وكثر معناه نرجع حقيقة الاصطلاح للغتان. كان مختصر نرجع هو ما قل لفظه سواء كثر معناه أو قل أو تساوى. هذا يعمل بني الله. أبو ഒരു ഷാരിഹ് ഉദ്ദേശിച്ചത് നോക്കിയപ്പോൾ ഈ കിതാബ് കസുറ മഅനാഹു ആണെന്ന് കണ്ട് അങ്ങനെ തന്നെ ഫിഖിൻ്റെ കിതാബിൽ കല്ല ലഫ്ദു ആണ് കസുറ മഅന ആയിരിക്കും. അപ്പോൾ സിയാദത്തു ബയാനാണ്. ഇസ്തിലാഹൻ. അപ്പോൾ മുഖ്തസർ എന്ന് പറഞ്ഞാൽ ഹുവ മാ ഖല്ല ലഫ്ദു സവാൻ കസുറ മഅനാഹു ഖല്ല മഅന. പക്ഷേ ഫിഖിൻ്റെ കിതാബ് പൊതുവെ ഖല്ല ലഫ്ദാണ് കസുറ മഅന ആയിരിക്കും. അപ്പോൾ സിയാദത്തു ബയാനാണ്. ഖാല ഫിൽ ഫിഖ്ഹി ഫിൽ ഫിഖ്ഹി അതായത് കായിനൻ എന്താണ് അൻ അമല മുഖ്തസറൻ കായിനൻ ഫിൽ ഫിഖ്ഹി. എന്തിൽ? ഫിഖ്ഹിയിൽ. നഅം. ഹുവ ലുഗതൻ അൽ ഫഹ്മു വസ്തിലാഹൻ അൽ ഇൽമു. വന്നിൻ്റെ മുഖാബിൽ പക്ഷേ ഇവിടെ ഇൽമു കൊണ്ട് ഖത്ഇയല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉസൂലിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. വർഖാത്തിൽ ഇൽമ് എന്നറിയുന്നത് എന്തല്ല, ഇവിടെ യഖീനല്ല ഉദ്ദേശിക്കുന്നത്, ഗലബത്തു ദന്നാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞല്ലോ. ബിൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ അഹ്കാം. അഹ്കാമു ശർഇയ്യ എന്താണ്? അല്ലാത്ത ഫിഖ് ആവില്ലല്ലോ. ഖത്ഇയാണെങ്കിൽ ഖവാത്തിഉ സമഈൽ കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഫിഖ് എന്ന് വിളിക്കില്ലല്ലോ. അപ്പോൾ 5 വക്ത് നിസ്കാരം ഫർളായി എന്നറിയാതെ ഫിഖാണോ? ഫിഖല്ല. ഫിഖിൽ ഉദ്ധരിച്ചാൽ അത് ഫിഖല്ല. കാരണം എന്താ? ഖത്ഇയാണ്. നസ്സാണ്, മൻസൂസാണ്. മൻസൂസിൽ ഇജ്തിഹാദ മഅ നസ്സീനല്ലേ. അത് ഖത്ഇയായതാണ്. അത് അള്ളാഹു പറഞ്ഞ അത്ര ഇതാണ്. ഫിഖിൽ ഉദ്ധരിക്കുന്നത് ഈ ബാബ് ഉദ്ധരിക്കുമ്പോൾ ഇതൊക്കെ ഉദ്ധരിക്കുന്നു, മുനാസബത്തിന് ഉദ്ധരിക്കുന്നു. മനസ്സിലായ? അൽ ഇൽമു ബിൽ അഹ്കാമി ശർഇയ്യ ഹുക്മു ഇസ്ബാത്തു അംറിൻ ലി അംറിൻ ഔ നഫ്യു അൻഹു. ശർഇയ്യ എന്ന് പറഞ്ഞാൽ ബിവാസിതത്തി ശർഇ, ശർഇൻ്റെ വാസിതത്ത് കൊണ്ട്. അതായത് അപ്പോൾ അഹ്കാമു ശർഇയ്യൻ്റെ താരീഫ് എന്താ ഷെയ്ഖ്? അഹ്കാമു താരീഫ് എന്താ? അഹ്കാമു ശർഇയ്യ
അവളൊക്കെ വറക്കാത്ത് പഠിച്ചു വന്ന ചങ്ങായിമാരല്ലേ? ആ ആ ആ അഹ്കാം ശർഇയ്യ ഹുവ ഹിയ അഹ്കാം അത് കോപ്പി അടിച്ച് يتعلق بأفعال المكلفين اقتضاء أو تخييرا أو وضعا. نعم هذا بنا واضح. خطاب الله عنده خطاب متعلق بأفعال المكلفين اقتضاء أو تخييرا أو وضعا. اقتضاء പറഞ്ഞോടെ വുജൂബ് എന്താണ്, നദ്ബ്, ഇതൊക്കെ വന്ന് തഖീർ ഇബാഹത്ത്. വളഅൻ എന്നറിഞ്ഞുകൊണ്ട് ഷർത്ത്, സബബ്, സിഹത്ത്, ഫസാദ്, മാനിഅ എന്നറിഞ്ഞതൊക്കെ വന്ന് അല്ലേ. അൽ അമലിയ അപ്പോൾ ഇഅ്തിഖാദിയ പുറത്തായി, ഖൽബിയും പുറത്തായി. അൽ മുക്തസബു മിൻ അദില്ലതിഹ തഫ്സീലിയ. ആ നിയ്യ ഫിഅലിൽ പെടും, ഫിഅലിൽ പെടും. അത് ഫിഅലിൽ പെടില്ല. ഫിഖിന്റെ പണിയല്ല ഖുശൂ പറയൽ, തുമാനീനത്ത് പറയൽ, കയ്യും കാലും അളക്കൽ പറയലാണ് ഫിഖിന്റെ പണി. അപ്പം ഫിഖിന്റെ കിതാബിൽ നിസ്കാരത്തിലെ ഖുശൂ ഖുദൂവിനെ കുറിച്ച് പരാമർശിക്കാത്തത് കാരണത്താൽ അതിനെ ചെറുതാക്കി കാണരുത്. അത് അവരെ പണിയല്ലല്ലോ. അവരെ പണി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുത്. അവർ പുറത്തത്തെ റെക്കോർഡറാണ്. അതായത് ഇങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ നിസ്കാരം പോക്കാണ്, നിങ്ങൾ ഔല ഏറ്റവും വലിയ ആണെങ്കിലും അത് എൻ്റെ പണിയല്ല, ഞങ്ങളടുത്ത് ഇങ്ങനെയാണ്. വലിയൊക്കെ നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്തോളി, നിങ്ങൾ തമ്മിൽ കരാറ് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. ഫിഖ് എന്നുള്ളത് അമലിൻ്റെ ഹഖീഖത്തും മാഹിയത്തും എന്ത് എന്നുള്ളത്, അമൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരൽ മാത്രമാണ്. സിഹത്തുണ്ടോ ബുത്ലാനുണ്ടോ നോക്കലാണ്. അപ്പോൾ ഒരാൾ വുളു എടുക്കാണ്ട് വന്ന് നിസ്കരിച്ചു, ഷർത്ത് ഫാസിദായതുകൊണ്ട് ഇതായി, അയാൾ അറിയാൻ നിസ്കരിച്ച് അറിഞ്ഞ് നിസ്കരിച്ചു എന്നുള്ളതൊന്നും നമ്മളെ പണിയല്ല. അത് അയാൾ ഒന്നെടുത്ത് വന്ന് നിസ്കരിച്ചാൽ അള്ളാഹു കബൂലയോ ഇല്ലെന്ന് അള്ളാഹിനല്ല അറിയുള്ളൂ, നമ്മളെ പണിയല്ലത്. قال المكتسب من أدلتها التفصيلية. ആ അദില്ലത്തി തഫ്സീലിയ എന്ന് കിട്ടിയതാണ്. അല്ലദീ തരീഖ അൽ ഇജ്തിഹാദ് എന്ന് അറിഞ്ഞല്ലോ. അല്ലദീ തരീഖുഹ. അപ്പോൾ അദില്ലത്തി തഫ്സീലിയ എന്നാണ് ഞാൻ പറഞ്ഞു. ഇജ്മാലിയും തഫ്സീലിയും തമ്മിൽ എന്താ വ്യത്യാസം യാ ഷെയ്ഖ്? എന്താണ് ഇജ്മാലിയ, എന്താ തഫ്സീലിയ? ഇജ്മാലിയ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ, അതായത് മുജ്മലായത് മായഫ്തഖുറുൽ ബയാനി. ഇപ്പോൾ ഫിഖഹിന് എന്താണ് ആരെ പണി? ഉസൂലുകളെ പണി മുജ്മലിയിലാണ്. അമ്ർ, നഹി, ഇതിൻ്റെ പണി മുജ്മലിയിലല്ല, തഫ്സീലിലാണ്. വഖീമുസ്സലാ വആതുസ് സക്കാ. നാം ഖാൽ നാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫിഖീഹ് എന്ന് പറഞ്ഞാൽ, ഫഖീഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിയുന്ന അനുസരിച്ച് മുജ്തഹിദാണ് ഫഖീഹ്. നാം മുജ്തഹിദാണ് ഫഖീഹ്. ഇന്ന് ഫഖീഹ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന മുജ്തഹിദല്ല. ഇന്നത്തെ ഫഖീഹ് ഉദ്ദേശിക്കുന്നത് മസായിലിൻ്റെ മദാന് തിരിച്ചറിയുന്ന ആളെയാണ് ഇന്ന് ഫഖീഹ് എന്ന് വിളിക്കുക. അതായത് ഇന്നത്തെ ഫഖീഹ് എന്താണ്? മസായിലുകളെ മദാന് അറിയണ ആളും ആ മദാനിന്ന് മുഅ്തമദ് തിരിച്ചറിയാൻ പറ്റുന്ന ആളിനും അതിൻ്റെ താലീന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളിനാണ് എന്താ പറയുക? ഫഖീഹ് എന്ന് വിളിക്കുക. കിതാബ് നോക്കാൻ മദാനിനെ അറിയണം. അത് ഒരു മസലത്ത് വന്നാൽ എവിടെ നോക്കിയിട്ട് എങ്ങനെ നോക്കിയിട്ട് ഇത് എന്തുകൊണ്ട് ഇത് മുഅ്തമദാണോ അല്ലയോ എന്ന് തിരിച്ചറിയണം. അത്രേ വേണ്ടുള്ളൂ. അതിനെ ഫഖീഹ് എന്ന് വിളിക്കാം. മനസ്സിലുണ്ടായിക്കോണമെന്നില്ല. മുജ്തഹിദിന് ആലാത്തുകളല്ലാതും, പക്ഷേ ബിൽഫിഅൽ അങ്ങനെ ആയിരിക്കും. ബിൽഖുവത്ത് എന്താണ് പറയുക അങ്ങനെയെന്ന് അറിഞ്ഞാലും ബിൽഫിഅൽ ഉണ്ടാവും. قال على مذهب الإمام الأعظم المجتهد ناصر السنة أبي عبد الله محمد بن إدريس ابن العباس بن عثمان بن شافع الشافعي رضي الله عنه.
ഷാഫിഈൽക്ക് നിസ്ബത്ത് ചെയ്ത് ഷാഫിഇ ഇബ്നു സായിബ് ഇബ്നു യസീദ് ഇലാ ആഖിരിഹി, ഈ ഷാഫിഈൽക്ക് എന്തുകൊണ്ട് ഷാഫിഈ എന്ന് നിസ്ബത്ത് ചെയ്തത്? കാരണം ഷാഫിഇ ഇബ്നു സായിബ് എന്ന് പറയുന്ന ആൾ സഹാബിയുമാണ്, സഹാബിയുടെ മകനുമാണ്. അപ്പോൾ തബറുക്കിന് വേണ്ടിയിട്ടാണ് ആ സഹാബിയുബ്നു സഹാബിയിൽക്ക് നിസ്ബത്ത് ചെയ്തിട്ട് ഷാഫിഈ എന്ന് വിളിച്ചത്. അപ്പോൾ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഇബ്നുൽ അബ്ബാസ് ഇബ്നു ഉസ്മാൻ ഇബ്നു ഷാഫിഇ ഇബ്നു സായിബ് അഷ്ഷാഫിഈ, ഷാഫിഈ എന്ന് വിളിക്കുന്നത് ഈ ഷാഫിഈൻ്റെ പേര് വെച്ചിട്ടാണ് ഷാഫിഈ എന്ന് വിളിക്കുന്നത്. فهو نسبة إلى شافع بن سائب صحابي ابن صحابي رضي الله عنه وشهد بدرا. سائب شهد بدرا. سائب شافعي دبة. قال ولد قال ولد بغزة. نعم ولد بغزة. غزيل جنتشو سنة 50 و100 ومات رحمة الله تعالى عليه ورضوانه يوم الجمعة سلخ. അതായത് അവസാനത്തെ സൽഖ എന്ന് പറഞ്ഞാൽ അവസാനം ഇങ്ങനെ കീറിപ്പോകുന്നത് അവസാനത്തെ. റജബ സനത്ത് 40 و200, 204 ഹിജറയിൽ വഫാത്തായി. 150 ജനിച്ച് 204 എന്താണ് വെള്ളിയാഴ്ച ദിവസം മഗ്രിബിൻ്റെ മുമ്പ്. കാരണം ബൈഖി റളിയല്ലാഹു അൻഹു ഒരു പറഞ്ഞ് എന്താണ് ആ രാത്രി മരിച്ച അസ്റിന് മരിച്ച വഫാത്തിന് എൻ്റെ ആ മഗ്രിബ് കഴിഞ്ഞപ്പോൾ എന്താണ് അടുത്ത മാസം ഷഅബാനാണെന്ന് ഞങ്ങൾ ഹിലാൽ കണ്ടു എന്നാണ് പറഞ്ഞത്. അത് 29 30 എന്ന് പറഞ്ഞില്ല. അവിടെ ആ റിവായത്തി വന്നിട്ടുള്ളത് എന്താ ബൈഹഖി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള എന്താ മനാഖിബ് ഇമാം ഷാഫിഈൻ്റെ മനാഖിബിലുണ്ട്. എന്താ പറഞ്ഞത്? അതാണ് സൽഖ് എന്ന് ഉപയോഗിച്ച് 29 30 എന്ന് അറിഞ്ഞില്ല. അതായത് വഫാത്തായത് എപ്പോഴാണ്? റജബിൻ്റെ അവസാനത്തെ ദിവസം. 29 ആവാം 30 ആവാം. അന്ന് 29 ആവാൻ കൂടുതൽ സാധ്യത ഉണ്ട്. കാരണം കണ്ട് എന്ന് പറയുമ്പോൾ പക്ഷേ 30 ആവാനും സാധ്യത ഉണ്ട്. റജബ് മാസം വെള്ളിയാഴ്ച ദിവസം എന്താണ് അസ്റിൻ്റെ സമയത്ത് നിന്നാണ്. قال ووصف المصنف مختصرين വസ്ഫ് ചെയ്തു. കിതാബ് എന്ന് പറഞ്ഞാൽ അതേർന്ന് ഔല വല്ലാഹു അഅലം. മുഖ്തസർ എന്ന് പറയണതിനെക്കാട്ടി, കാരണം മുഖ്തസർ എന്നുള്ള വസ്ഫാണല്ലോ ഈ കിതാബിൻ്റെ. അപ്പോൾ അതേർന്ന് ഔല വല്ലാഹു അഅലം. ബി ഔസാഫിൻ മിൻഹ, കുറേ വസ്ഫ് പറഞ്ഞ്. പക്ഷേ മിൻഹ എന്ന് പറയണതിനെക്കാട്ടി വഹിയ എന്ന് പറഞ്ഞാൽ അതേർന്ന് ഔല. അതായത് വസഫൽ മുസന്നിഫു കിതാബഹു ബി ഔസാഫിൻ ഹിയ, ഔസാഫ് കൊണ്ട് വസ്ഫ്. അത് എന്താണ്? കുറേ ഔസാഫ്, അതിലത്തെ വസ്ഫ് എന്ന് അറിയുമ്പോൾ അതിലത്തെ വസ്ഫല്ലല്ലോ, ഇതിലുള്ള വസ്ഫല്ലേ പറഞ്ഞത്. കുറേ വസ്ഫിലത്തെ ഒരു വസ്ഫ് അല്ലല്ലോ ഇവിടെ ഷർഹ് ചെയ്യുന്നത്. ഇവിടെയുള്ള വസ്ഫുകളെല്ലാതും ഷർഹ് ചെയ്യണ്ടല്ലോ. അപ്പോൾ തമാമായല്ലോ. അപ്പോൾ മിൻഹേനെ കാട്ടി ഔല, അല്ലെങ്കിൽ മിൻഹേനെ തഅ്വീൽ ചെയ്യണം. മനസ്സിലായ? കാരണം ബാക്കില്ല, വസ്ഫീന്ന് ബാക്കില്ല. വസ്ഫ് മുഴുവനെ ഷർഹ് ചെയ്തല്ലോ. അപ്പോൾ മിനാൻ്റെ പകരം ഹിയ ആവലാണ് ഔല. ഇല്ല യഹ്താജു ഇലാ തഅ്വീൽ. അന്നഹു ഫി ഗായത്തിൽ ഇഖ്തിസാർ വ നിഹായത്തിൽ ഈജാസ്. അതായത് ഗായത്തുൽ ഇഖ്തിസാർ മുബാലഗത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇല്ല നമ്മൾ ആദ്യത്തെ ദർസി പറഞ്ഞ് ഈ കിതാബിന് ഇഖ്തിസാർ ചെയ്തവരുണ്ട്. അപ്പോൾ ഗായത്തുൽ ഇഖ്തിസാർ കൊണ്ട് മുബാലഗത്താണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് ഇതിനെക്കാട്ട് ഇനിയും ഇഖ്തിസാർ ചെയ്യാൻ പറ്റൂല എന്നല്ല ഉദ്ദേശിച്ചത്. വനിഹായത്തിൽ ഈജാസി, ഈജാസ് എന്ന് പറഞ്ഞാൽ ഇതന്നെ മുത്തറാദിഫാണ്. ചിലർ പറഞ്ഞ് ഇഖ്തിസാർ സമയത്തിലും സ്ഥലത്തിലും, ഈജാസ് ദാത്തിലുമാണ്. ഹഖീഖത്തൻ ഹുമാ ഷൈഉൻ വാഹിദ് വൽ ഗായ വൻ നിഹായ. ഇങ്ങനെ രണ്ടാണെങ്കിലും ഏകദേശം ഒരു ഉദ്ദേശം തന്നെയാണ്. വൽ ഗായത്തു വൻ നിഹായത്തു മുതഖാരിബാനി വകദൽ ഇഖ്തിസാർ വൽ ഈജാസ്. പിന്നെ ഗായത്തുൽ ഇഖ്തിസാർ കണ്ടപ്പോൾ ചില പണ്ഡിതന്മാർ ഈ കിതാബിന് പേരിട്ട് മത്നുൽ ഗായ വത് തഖ്രീബ് യഖ്റുബു എന്ന് വരുന്നുണ്ട്.
അപ്പോൾ ഗായത്തുൽ ഇഖ്തിസാർ എന്ന് ഈ കിതാബിന് പേരിട്ട്, ഗായത്തുൽ ഇഖ്തിസാർ എന്ന് പേരിട്ട് ചിലവർ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എന്താണ് പറയുക, കിഫായത്തുൽ അഖ്യാർ ഫി ഷർഹി ഗായത്തുൽ ഇഖ്തിസാർ. ഇബ്നു ഖാസിം രണ്ട് പേരിട്ട്, രണ്ട് പേരിൻ്റെ ഒന്ന് ഫത്ഹുൽ ഖരീബുൽ മുജീബ് ഫി ഷർഹി അൽഫാദ് തഖ്രീബ് ലിയഖ്റുബ അലൽ മുതഅല്ലിമി. രണ്ട് എന്താണ് പറയുക, അൽ ഖൗലുൽ മുഖ്താർ ഇഖ്തിസാർ. ഖാൽ വമിൻഹ, ഈ വമിൻഹൻ്റെ പകരം എന്തായിരുന്നു, വ അന്നഹു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മിൻഹ മിൻഹ എന്ന് അറിയണ്ടല്ലോ, കാരണം എല്ലാതും എടുത്ത് പറയണ മിൻഹാവില്ലല്ലോ. യഖ്റുബു അലൽ അന്നഹു യഖ്റുബു അലൽ മുതഅല്ലിമി ലിഫുറൂഇൽ ഫിഖ്ഹി ദർസുഹു, അതായത് ഉസ്താദിൻ്റെ അടുത്ത് പഠിക്കൽ. വയസ്ഹുല അലൽ മുബ്തദി ഹിഫ്ദുഹു, മുബ്തദീന് ഹിഫ്ദ് ചെയ്യാൻ എളുപ്പമാവൽ. മാത്രമല്ല മിക്ക അഇമ്മത്ത് റളിയല്ലാഹു അൻഹു, മിക്കല്ല ഇബ്നു ഹജർ റഹിമഹുല്ലാഹ്, മിക്ക അഇമ്മത്ത് വലിയ ഇമാമിങ്ങളൊക്കെ ഇതൊക്കെ കാണാണ്ട് പഠിച്ചിട്ടുള്ള, അങ്ങനെ കാണാണ്ട് പഠിക്കാത്ത ഇമാമിങ്ങൾ ആരാണ്? അബൂ ശുജാ ഇത് രചിച്ചതിൻ്റെ ശേഷം കാണാണ്ട് പഠിക്കലേ. ഏത്? ഇബ്നു ഖാസിം അല്ല, മദ്ന അബീ ശുജാ. ഹിഫ്ദ് അസാസാണ്, ഹിഫ്ദ് എല്ലാ ഫന്നിൻ്റെ അസാസാണ്. ഇന്ന് ഒരു കിതാബ് പഠിച്ച് എന്നുള്ള അതിശയപ്പെടേണ്ടെങ്കിൽ ഹാദാ ലിദുഅഫി തഹ്സീലിൽ ഇൽമി. അല്ല, അത് അതിശയം എപ്പോഴാണെന്നറിയോ? ചിലവർക്ക് ഷറഫും ഹിഫ്ദൊക്കെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആയിക്കോട്ടെ. അന്നഹു യഖ്റുബു അലൽ മുതഅല്ലിമി. ഇപ്പോൾ എന്താണ് കുതുബുകൾ ഹിഫ്ദ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗരീബായ സംഭവമല്ല. ഉലമാക്കൾ, മിക്ക ഉലമാക്കളും രണ്ട് മിൻഹാജ് ഹിഫ്ദ് ഉണ്ടാവും. മിൻഹാജുൽ ഫുറൂഉം മിൻഹാജുൽ ഉസൂലും. ബൈളാവിൻ്റെ മിൻഹാജും നവവിൻ്റെ മിൻഹാജ് ഫുറൂഇൽ. പിന്നെ ജമൽ ജവാമി ഹിഫ്ദ് ഉണ്ടാവും മിക്കവർക്കും, ജുബദ് ഹിഫ്ദ് ഉണ്ടാവും. ഇതൊക്കെ മഹ്ഫൂദാത്താണ്. അൽഫിയത്ത് ഇബ്നു മാലിക് ഖത്ആണ്. അത് ഹിഫ്ദ് ഇല്ലാത്ത ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ, ഇങ്ങോട്ടും അങ്ങോട്ടും അജുസും റജുസും തിരിച്ചാലും പറയാൻ പറ്റും. അത് ഇവരോടൊക്കെ ചോദിക്കും, അവർ പറഞ്ഞുതരും. ومنها أنه نعم ويسهل على المبتدئ حفظه ويسهل أحسنت على المتعلم على المبتدئ حفظه أي استحضاره عن ظهر قلب. അതൊക്കെ കൂടുതൽ ബയാനാക്കിയത് ഹിഫ്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി നോക്കി മനപ്പാടാക്കാന്ന് പറഞ്ഞല്ല, വഹർ കൽബിൽ കൂടി കിട്ടണം എന്നാണ്. നവവി ഇമാം കിതാബ് എഴുതുമ്പോൾ, ഓരോ കിതാബ് എഴുതുമ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അർബഊൻ നവവിയുടെ സനദൊക്കെ എടുത്ത് കളഞ്ഞത്. തിബിയാൻ ഫി ഉലൂമുൽ ഖുർആൻ എഴുതിയപ്പോൾ ഞാൻ ഇതിൻ്റെ സനദൊക്കെ പറയാണ്ടിരുന്ന കാണാണ്ട് പഠിക്കാനായിരുന്നു. അതായത് ഫി ആദാബി ഹമലത്തുൽ ഖുർആൻ, ഇന്നത്തെ ആൾക്കാർക്ക് ആദാബുകൾ അറിയണം. അപ്പോൾ അവർക്ക് കാണാണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സനദൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് ഒരു കിതാബ് എഴുതിയിരിക്കണം എന്ന് പറഞ്ഞത്. ഉലമാക്കളും അത് കാണാണ്ട് പഠിച്ച് വന്നിരുന്ന തന്നെയാണ് തിബിയാനും, പക്ഷെ കുറവാണ്. ലിമൻ യർഗബു ഫി ഹിഫ്ദി മുഖ്തസറിൻ ഫിൽ ഫിഖ്ഹി വസഅലനി അലൈറ്റോളി വസഅലനി ബഅദുൽ അസ്ദിഖാഇ أن أكثر فيه أي المختصر وسألني نعم أيضا بعض الأصدقاء أن أكثر فيه أي المختصر من التقسيمات للأحكام الفقهية. للأحكام എന്ന് പറഞ്ഞാൽ മഹല്ലിൽ അഹ്കാമിൽ ഫിഖിയ്യ, അത് മഅറൂഫാണ് ആ പ്രയോഗങ്ങൾ. വമിൻ ഹസ്രി ഐ ദബ്തി. അപ്പോൾ ഇവിടെ അവിടെ ഒരു പറഞ്ഞ് ഹസ്ർ കൊണ്ട് ഹഖീഖത്ത് മഅനല്ല, ലബ്താണ് ഉദ്ദേശം, ഒരു കണക്ക് വെക്കലാണ് ഉദ്ദേശം. അല്ലാണ്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ഇത്രയേ ഉള്ളോ 100 എണ്ണമാണ് 100 എണ്ണം പറയും എന്നല്ല എന്നുള്ളത് ലബ്ത്ത് കൊണ്ട് മനസ്സിലാക്കിച്ചു തന്ന്. ഇല്ല, ഹസ്ർ കൊണ്ട് ഹഖീഖിയായ മാനുണ്ട്, എന്ത് എല്ലാതും ചിട്ടപ്പെടുത്തുക. 100 എണ്ണമാണ് 100 എണ്ണം പറയുക. പക്ഷേ ഒരു ഇതിൽ പറഞ്ഞത് 100 എണ്ണം അത് ഒരു കണക്ക് വബത്ത് ചെയ്യൽ മാത്രമാണ്. നാം അൽ ഖിസാൽ ഖസ്ലത്ത്, നാം അൽ വാജിബ
والمندوبة وغيرهما فأجبته إلى سؤاله نعم في ذلك فأجبته في سؤاله إلى سؤاله في ذلك طالبا للثواب نعم. അപ്പം എന്തുകൊണ്ടാണ് ഇല്ലത്ത് എന്നോട് ചോദിച്ചത് കൊണ്ടാ സുആൽ ചെയ്തത് ഇജാബത്ത് നൽകിയതെന്നല്ലല്ലോ പറഞ്ഞത്. എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഇജാബത്ത് കൊടുത്തു. ഇല്ലത്ത് ഇല്ലത്താക്കില്ല. ഫ എന്നറിഞ്ഞത് ഇല്ലത്താക്കിയിട്ടല്ലല്ലോ പറഞ്ഞത്. എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ചെയ്തു. എന്തുകൊണ്ടാണ് ഇല്ലത്താക്കാഞ്ഞത്? കാരണം ചോദിച്ചത് മുഴുവനും ആക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തബരിയാണ്. അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തബരി ചെയ്തതാണ്. മനസ്സിലായ? ഇലാ സുആലിഹി ഫി ദാലിക താലിബൻ. ദാലിക്കൻ്റെ ഔദ് ഇഖ്തിസാറും തഖ്സീമും ഹസ്റൊക്കെയാണ്. താലിബൻ ലിസ്സവാബ് മിൻ അല്ലാഹി തആല ജസാഅൻ അലാ തസ്നീഫി ഹാദൽ മുഖ്തസരി റാഗിബൻ ഇലല്ലാഹി സുബ്ഹാനഹു വതആല ഫിൽ ഇആനതി മിൻ ഫദ്ലിഹി അലാ തമാമി ഹാദൽ മുഖ്തസരി. നഅം. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക മുഖ്തസറിൻ്റെ ഇതിൽ നിന്ന് മനസ്സിലാക്കുക മുഖദ്ദിമത്താണ്, മുഖദ്ദമത്തല്ല. മുഖദ്ദിമത്ത് ആദ്യം തന്നെ ഉള്ളതാണ്, അല്ലാണ്ട് പിന്നീട് ആക്കിയതല്ല എന്ന്. وفي التوفيق للصواب وهو ضد الخطأ صواب إنه تعالى على ما يشاء أن يريد. ഇവിടെ യുരീദ് കൊണ്ട് എന്താണ് മഫ്ഊലിനെ ഹദ്ഫ് ചെയ്ത് എന്ന് പറഞ്ഞ്, അതായത് എന്താ പറഞ്ഞത്? ഖദീറുൻ അലാ മാ യശാഉ ഖദീറുൻ. മഫ്ഊൽ എന്താ? മഫ്ഊൽ എവിടെ? അലാ മാ യശാഉ. എന്ത് യശാഉ? യശാ ഫിഅലല്ലേ? യശാഉവിൻ്റെ മഫ്ഊൽ എവിടെ? യുരീദു ഐ യുരീദു. യുരീദിൻ്റെ മഫ്ഊൽ എവിടെ? അതായത് യശാഉ എന്ന് പറഞ്ഞത് യുരീദു ആണ് യശാഉ. അപ്പോൾ മഷിയത്തും ഇറാദത്തും അള്ളാഹുവിൻ്റെ മഷിയത്തും ഇറാദത്തും എന്നുള്ളത് തറാദുഫാണ് എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് മഹ്ദൂഫ് ചെയ്തത്. ഖദീറുൻ ഐ ഖാദിറുൻ. ഔല ഖാദിർ എന്നറിയണതിനെക്കാട്ടിയും താമിൽ ഖുദ്റ, പൂർണ്ണമായ ഖുദ്റത്ത് എന്നറിയേണ്ടായിരുന്നു. ഓരിവിടെ ഖാദിർ എന്നറിഞ്ഞുകൊണ്ട് ഫായിലും ഫഈലും റാഹിമും റഹീമും ഒന്നാന്ന് അറിഞ്ഞ പോലെയാണ്. പക്ഷേ ഖദീർ എന്ന് പറഞ്ഞാൽ താമുൽ ഖുദ്റത്ത് എന്ന് അറിയേണ്ടായിരുന്നാവില്ല. വബി ഇബാദിഹി ലത്തീഫുൻ ഖബീർ ബി അഹ്വാലി ഖബീറുൻ ബി അഹ്വാലി ഇബാദിഹി വൽ അവ്വലു മുഖ്തബസും മിൻ ഖൗലിഹി തആല അല്ലാഹു ലത്തീഫുൻ ബി ഇബാദിഹി والثاني من قوله تعالى وهو الحكيم الخبير واللطيف والخبير اسمان من أسمائه تعالى ومعنى الأول العالم بدقائق الأمور ومشكلاتها. ലത്തീഫിൻ്റെ മഅന എന്താ? അൽ ആലിമു ബിദഖായിഖിൽ ഉമൂരി വമുഷ്കിലാതിഹാ വയുത്ലഖു അയ്ദൻ ബിമഅന റഫീഖ്. റിഫ്ഖിൻ്റെ മഅനയിലും ലത്തീഫ് എന്ന് പറയും. ഫല്ലാഹു തആല ആലിമുൻ ബിഇബാദിഹി വബിമവാദിഇ ഹവായിജിഹിം. അവർ ഹാജത്തുകളെ കുറിച്ചിട്ടൊക്കെ അല്ലാഹുവിനെ അറിയാം. റഫീഖും ബിഹിം. രണ്ട് മാനം. വമഅന സാനി ഖരീബും മിനൽ അവ്വലി. രണ്ടാമത്തെ മാനം ആദ്യത്തെ മാന ഹാജത്ത് അറിയണം, റഫീഖാവുമല്ലോ. ഹാജത്ത് അറിയുന്നവനെ എന്നാണ് ആദ്യം വരുന്നത്. ഇനി റഫീഖ് എന്ന് പറഞ്ഞാലും അതിൻ്റെ തബായിട്ടാണല്ലോ റിഫ്ഖ് വരുന്നത്. അതന്നെ റഫീഖും ബിയും എന്ന് വേറെ മാനായിട്ട് എണ്ണയില്ലെങ്കിലും അതിലൊരു റഫീഖ് ഉണ്ട്, റിഫ്ഖ് ഉണ്ട്. വയുഖാലു വമഅന സാനി ഖരീബും മിനൽ അവ്വലി. അതായത് ഖബീറിൻ്റെ മാന, ഇവിടെ പറയുന്ന ഖബീറിൻ്റെ മാന ലത്തീഫിനോട് സാമീപ്യമുള്ളതാണ്. വയുഖാലു ഇങ്ങനെ പറയും ഖബർതു ശൈഅ അഖ്ബുറുഹു ഫഅന ബിഹി ഖബീറുൻ ഐ അലീമുൻ. അതായത് എനിക്കറിയാം. ഖാല അൽ മുസന്നിഫു റഹിമഹുല്ലാഹു തആല കിതാബു അഹ്കാമി ത്വഹാറ വൽ കിതാബു ലുഗതൻ മസ്ദറുൻ
بمعنى الضم والجمع إضافة بيان واصطلاحا اسم لجنس من الأحكام. ഇവിടെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ട് സാധാരണ കിതാബിൽ പോയി കഴിഞ്ഞാൽ ലുഗത്തിൻ്റെ ബഹ്സിലേക്ക് ഞാൻ കൂടുതൽ കടക്കില്ല. ഈ ചെറിയ കിതാബിൽ മുഖദ്ദിമയിൽ തഅദ്ദുബായിട്ട് ഉലമാക്കളെ മനാജിയിൽ പോയതാണ്. ഇവിടെ കൂടുതലും ഇന്തിബാഹും ഇൻളിബാത്തും ഉണ്ടാവുക ഹല്ലാണ്, ലുഗവിയായ മുനാഖശല്ല. ഹല്ലുൽ ഇബാറാത്ത് തസവുർ ഉണ്ടെങ്കിൽ തസവുറിന് ശേഷം ഹല്ലുൽ ഇബാറാത്ത്. نعم نعم اسم لجنس من الأحكام. أما الباب فاسم لنوع مما دخل تحت ذلك الجنس. كتاب تعالى والنظر باب. والطهارة بفتح الطاء لغة النظافة، وأما شرعا ففيها تفاسير كثيرة. أبا طهارة എന്ന് പറഞ്ഞാൽ നവാഫത്താണ്. ഷർഇലോ കുറേ തഫ്സീറുകളുണ്ട് എന്ന് പറഞ്ഞ് മിൻഹ അതിൽ പെട്ടൊന്നാണ് ഖൗലുഹും ഫിഅ്ലു മാ യുസ്തബാഹു ബിഹി സ്സലാത്തു ഐ മിൻ വുദൂഇൻ വഗുസ്ലിൻ വതയമ്മുമിൻ വഇസാലത്തി നജാസ. ഞാനിവിടെ അടുത്ത ദർസിൽ വരുന്നതിൻ്റെ മുമ്പ് ഒരു തസവ്വുറിന് ഇഖ്തിസാറാക്കി തരാം. വഹാദ മൻഹജുൻ അഅ്താദുഹു ഫി ഹാദൽ കിതാബി ഫഖത്ത്. ഈ കിതാബിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. കാരണം ഇത് തസവ്വുറിനൊപ്പം ഷർഹ് ഓതുന്നതായതിനാൽ. പക്ഷേ ഉംദത്തുസ് സാലിക്കും ഫത്ഹുൽ മുഈനും വന്നാൽ ആ മൻഹജിൽ നിന്ന് മാറും. ഇത് ആദ്യം ബാബ് ഇഖ്തിസാർ പറഞ്ഞിട്ട് പിന്നെ ഷർഹിക്ക് പോലാണ് ഇഖ്തിസാറായിട്ട്. ഇബാദ അല്ല എന്താണ് പറയുക, ഫിഖ് 4 ഇബാദാത്ത്, മുആമലാത്ത്, മുനാക്കഹാത്ത്, ജിനായാത്ത്. ഇബാദാത്ത് എന്താണ് 4 സലാത്ത്, സക്കാത്ത്, ഹജ്ജ്. സലാത്ത്, സക്കാത്ത്, സൗമ, ഹജ്ജ് അല്ലാണ്ട് തിരിച്ചല്ല. സലാത്തിന് ഷുറൂത്തുണ്ട്, അർക്കാനുണ്ട്, അബാളുണ്ട്, ഹൈആത്തുണ്ട്. അബാളും ഹൈആത്തും ഒന്നാക്കിയിട്ട് മക്രൂഹാത്തുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഷുറൂത്ത് കുറേ ഉണ്ട്. സിഹത്തുണ്ട്, വുജൂബുണ്ട്. അതിൻ്റെ മുഖ്തലായിട്ട് മവാനിഉം ഉണ്ട്. ഷുറൂത്തിൻ്റെ തഹാറത്ത് അത് എന്താ ഷർത്തിലത്തെ ഒന്നാണ്. അതുകൊണ്ടാണ് കിതാബിൻ്റെ തുടക്കത്തിൽ ഇത് കിതാബിൻ്റെ ഇൻഡെക്സാണ്. അപ്പോൾ തഹാറത്താണ് ആദ്യത്തെ ഷർത്ത്. വലിഹാദ അബ്തുദി അബി കിതാബി തഹാറ. തഹാറത്തിന് ആലാത്തുകളുണ്ട്, വസായിലുണ്ട്. അപ്പോൾ വസായിൽ വുളു ആണ് ആദ്യത്തെ വസീലത്ത്, വഹുവൽ അസ്ലു. അപ്പോൾ വുളുവിൻ്റെ അസ്ൽ എന്താ? വുളുവിന് എന്തുണ്ടാവും? വസീലത്ത് ഉണ്ടാവണം, ആലത്തുണ്ടാവണം. ആലത്ത് മാ ആണ്. അതുകൊണ്ട് കിതാബ് ഏത് ഫിഖിൻ്റെ കിതാബിൻ്റെ ചൊട്ട തുറന്നാലും മാ ആയിരിക്കും. ഇനി മാ തുടങ്ങി. ഈ മാ എന്താണ്? അപ്പോൾ പറഞ്ഞ് മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആകാശം. കുല്ലു മാ നസല മിനൽ അർദി ബാഖിൻ അലാ അസ്ലി ഖിൽഖതി. അള്ളാഹ് സൃഷ്ടിച്ച പോലെ വന്നാൽ അത് വെള്ള നിറത്തി പാല് നിറത്തിയിലുള്ള കടൽ വെള്ളമാണെങ്കിലും അതുകൊണ്ട് ഒന്നെടുക്കാം. കാരണം കുല്ലു മാ നസല മിനൽ അർദി ബാഖിൻ അലാ അസ്ലി ഖിൽഖതിഹി എന്ന് പറഞ്ഞ് വെള്ളം എന്താണ് പറയുക? വെള്ളം 3 തഹൂറും താഹിറും മുതനജിസും. തഹൂർ എന്ന് പറഞ്ഞാൽ തഹൂർ എന്ന് പറഞ്ഞാൽ തഹൂർ എന്ന് പറഞ്ഞാൽ മനസ്സിലാ മിനസ്സമായി തഹൂർ എന്ന് തഹൂർ വന്നതാണ്. താഹിറും മുതഹിറുനാണ്. അത് വഹുൽ മാഉൽ മുത്ലഖു, മുത്ലഖായ വെള്ളം എന്ന് പേരുള്ള വെള്ളം. അത് ഇപ്പോൾ മുഖയ്യദാണെങ്കിൽ ബി ഖൈദിൻ ഗൈർ മുൻഫക്കാണ് കുഴപ്പമില്ല. ഗൈർ മുൻഫക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണർ വെള്ളം എന്നറിയും. അത് വെള്ളത്തിനെ ബാധിക്കുന്നില്ലല്ലോ. ഗൈർ മുൻഫക്കല്ല ബാധിക്കും. ഇനി എന്താണ്? താഹിർ എന്ന് പറഞ്ഞ 2 കിസ്മ. അപ്പോൾ മുൻഫക്ക് ഖൈദ് എന്ന് പറഞ്ഞാൽ ഖൈദ് അറിയില്ലേ? മുൻഫക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അത് എന്താണ്? തേങ്ങ വെള്ളം മുൻഫക്കാണ്. നാരങ്ങ. അതേസമയത്ത് എന്താണ്? കിണറിൻ്റെ വെള്ളം എന്ന് പറഞ്ഞാൽ ഗൈറു മുൻഫക്കാണ്. ആ വെള്ളത്തിനെ ബാധിക്കുന്നില്ലാത്ത, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. വെള്ളത്തിനെ ബാധിക്കില്ല. അപ്പോൾ അത് മനസ്സിലായി. ഇനി താഹിർ എന്ന് പറഞ്ഞാൽ 2, 3 അപ്പോൾ എന്താണ്? മുന്തിരി ജ്യൂസോ, മുന്തിരി പീഞ്ഞ ടൈന്ന് ജ്യൂസ് വന്നു, അത് വെള്ളമല്ലല്ലോ. വെള്ളത്തിൻ്റെ ഭാവി കിടക്കണം എന്നുണ്ടെങ്കിൽ മാനസലമെന്ന് വരണ്ടേ? മായി ആണത്. അത് മായി ആണ്, വെള്ളത്തിൽ കൂട്ടണ്ട. അപ്പോൾ വെള്ളം എന്താണ്?
ഈ മാഇഅ് വെള്ളത്തിൽ കലർന്ന് അല്ലെങ്കിൽ എന്തേലും വെള്ളത്തിൽ കലർന്ന് താഹിറാവണം. താഹിർ വെള്ളത്തിൽ മുഖാലത്തത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മുഖാലത്തത്ത് ഇസ്തിഗ്നാ ചെയ്യാൻ പറ്റണ രൂപത്തിലായിരിക്കണം. അതായത് വഴിയിലോ ഇതിലോ മക്കറിയിലോ മമറിയിലോ ആയിരിക്കരുത്. അതായത് AC ഗ്യാസ് വെള്ളമല്ലേ അത് ആയിരിക്കും ബഹ്സ് വരും അത് ബഹ്സിൽ വരും. AC വെള്ളം ഗ്യാസിൽ നിന്ന് വരുന്നതല്ലേ, അത് ഇൻഷാ അല്ലാഹ് ഇതിൽ വരുന്നുണ്ട്, ദർസി വരുന്നുണ്ട്, AC ദർസി വരുന്നുണ്ട്. അടുത്ത ദർസിക്ക് പോയോ. ഇപ്പോൾ മുഹത്തത്ത് പറയാണ് താഹിർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഖിസ്മ് എന്താണ്, താഹിറാത്തിനൊപ്പം മുഖാലത്തത്ത് ഉണ്ടാവുക. ആ മുഖാലത്തത്ത് മുസ്തഗ്നീൻ അൻഹുൽ വെള്ളത്തിന് മക്കറിയിലോ മമറിയിലോ ആവാണ്ടിരിക്കുക, മുസ്തഗ്നി ആവാം. അപ്പോഴാണ് എന്താ ചെയ്യുക, താഹിർ, അതായത് സ്വയം താഹിറാണ് പക്ഷെ ഉപയോഗിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ ഖിസ്മ് ഫർളിൽ, രണ്ടാമത്തെ മുസ്തഅമൽ. ഈ മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ ഫർളിയിൽ ഉപയോഗിക്കാം, അതായത് കുളിക്കോ വുളൂഇനോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നജാസത്ത് നീക്കാൻ ഉപയോഗിക്കാം. ഈ നജാസത്ത് നീക്കാൻ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ നജാസത്ത് ഹുക്മി ആയിരിക്കണം, അതായത് അതിൻ്റെ തടി കാണരുത്. അതായത് ഇപ്പോൾ വസ്ത്രത്തിൽ എന്താണ് കുട്ടി മൂത്രയിച്ച്, പൂച്ച മൂത്രയിച്ച്, അല്ലെങ്കിൽ അയാൾ മൂത്രം ഇങ്ങനെ പിടിച്ച് വെച്ചപ്പോൾ മൂത്രയിറ്റി, നിസ്കാരം കഴിഞ്ഞ് ഇതൊക്കെ എന്താണ്, അല്ല വീട്ടിൽ ചെന്ന് ഡ്രസ്സ് നോക്കുമ്പോൾ ഡ്രസ്സുമ്മൽ നിറമല്ല മണമല്ല രുചിയുമില്ല ഒന്നുമില്ല, അറിയണില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യുക, വെള്ളം കൊടുന്നിട്ട് ഒഴിക്കാം. ഒഴിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം എന്താണ് ആ ഡ്രസ്സുമ്മ കലർന്നിട്ട് നജസിൻ്റെ ഭാഗം കലർന്നിട്ട് ഇറ്റൂലേ, ഒഴിച്ച അത്ര വെള്ളം കലർന്ന് എന്താണ് കപ്പിലേക്ക് തിരിച്ചു വന്ന് ആ വന്നത് ഈ ഡ്രസ്സുമ്മലുള്ള നനവ് ഒഴിച്ചിട്ട് വന്ന അത്ര തന്നെയാണ്, ഒരു വ്യത്യാസം വന്നിട്ടില്ല, മണവും രുചിയും നിറൊന്നും മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുസ്തഅമലായ വെള്ളമാണ്. കാരണം നജസിന് ഉപയോഗിച്ചല്ലോ, അത് പിന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നൂന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അത് മുത്തനജ്ജിസ് അല്ല, മുത്തനജ്ജിസാണ് കനം കൂടണമായിരുന്നു, കാരണം ജിർമുണ്ടല്ലോ ഇനി. ഇനി ഇതുപോലെ കാർബറ്റാണ്, അപ്പോൾ കാർബറ്റിലത്തെ പൊടിയൊക്കെ കലർന്നിട്ട് കൂടിയെന്നുണ്ടെങ്കിൽ അത് എന്താ മുത്തനജ്ജിസാവോ, നിറം മാറി ചുവപ്പ് നിറമായി, മുത്തനജ്ജിസാവോ ഇല്ല. അപ്പോൾ ഇത് താഹിർ കഴിഞ്ഞ്, താഹിറിൻ്റെ 2 ഖിസ്മേ ഉള്ളൂ കഴിഞ്ഞു. ഇനി മുത്തനജ്ജിസ് ഉണ്ട്. മുത്തനജ്ജിസ് എന്ന് പറഞ്ഞാൽ കലീലുണ്ട് കസീറുണ്ട്. കലീൽ എന്ന് പറഞ്ഞാൽ 200 ലിറ്ററിൻ്റെ താഴെ, 200 ലിറ്ററോ അതിൻ്റെ താഴെയോ, 200 ലിറ്ററോ താഴെ വന്നു കഴിഞ്ഞാൽ നജസ് തട്ടി കഴിഞ്ഞാൽ അത് മുത്തനജ്ജിസ മുത്തലഖൻ. ഇനി 200 കൊല്ലത്തിൻ്റെ മോളി ഉണ്ടെങ്കിൽ നജസ് വീണ് കഴിഞ്ഞാൽ നിറവോ രുചിയോ മണമോ മാറിയാൽ മുത്തനജ്ജിസാണ്, മാറിയിട്ടില്ല മുത്തനജ്ജിസല്ല. അതേസമയത്ത് ആ നജസ് കിടക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തും അതിൻ്റെ ഇതൊക്കെ മുത്തനജ്ജിസായിട്ട് പെടും, ബാക്കിയുള്ളത് മുത്തനജ്ജിസല്ല. ഹൗലാണെങ്കിലും ആ കെട്ടിക്കണ ആ സ്ഥലത്ത് അത് ഉള്ള സ്ഥലത്ത് മുത്തനജ്ജിസാവും. ഒഴുകി പോകുമ്പോൾ അതും ദർസി വരും ഇൻഷാ അല്ലാഹു തആല. ഇതാണ് മാഇൻ്റെ ബാബ് മായിൽ വരുന്നത്. പിന്നെ മായിൽ വരുന്നത് അല്ല എന്താണ് പറയുക, മക്രൂഹാണോ മക്രൂഹല്ലേ എന്ന് വരും. മക്രൂഹും മുഷമ്മസിന് മക്രൂഹ് എന്നറിയും. വഹാദ മക്രൂഹ് കറാഹ ശർഇയ്യാണ്, തിബ്ബിയല്ല എന്ന് ഉലമാക്കൾ പറഞ്ഞു. കാരണം എന്താണ് പറയുക, നാദിറായിട്ട് വരുന്നതിന് കറാഹത്ത് വരും, ഹുർമത്ത് വരില്ല. അതിൻ്റെ ഖിസ്മിയിൽ പെടും എന്താണ് പറയുക, എന്തേലും ഒരു മരുന്ന് കഴിച്ചാൽ കുറേ കാലം കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് വരും എന്നുണ്ടെങ്കിൽ അത് കറാഹത്തി വരും. കുറേ കാലം കഴിഞ്ഞിട്ട് സൈഡ് എഫക്റ്റ് വരും എന്നുണ്ടെങ്കിൽ കറാഹത്തി വരും. മുഹഖഖാണ് ഇപ്പം തന്നെ വരും എന്നുള്ള തഹ്ഖീഖ് ഉണ്ടെങ്കിൽ ഹറാം വരും. അതിൻ്റെ ഇതിൽ ഇതും പെടും, ഇതും ആ കറാഹത്തി പെടും, അതും കറാഹത്തി പെടും. മദ്ഹബൻ وإن قال بعضهم حرام ماذا لا يدخل. ഇത് മുഹഖഖാണ് ഈ കറാഹത്തിയിലാണ്. هذا لا نصرح فيه. وبه قال ابن حجر رحمه الله تعالى. ابن حجറിന് ഈ ഇവിടെ ആക്കണ സാധനത്തിലൊക്കെ മസാലത്തുണ്ടല്ലോ. هذا واضح لكن لا نصرح به بين العوام لأن هؤلاء هوام لا يفهمون. غفر الله لنا ولهم. അപ്പോൾ وهذا
ഖുലാസത്തുൽ മസായിൽ. പിന്നെ ഹുർമത്ത് വരും, പക്ഷെ അത് ജിഹത്ത് മുൻഫക്കത്താണ്, അത് വെള്ളത്തിനെ ബാധിക്കില്ല. ഏതുപോലെ മഹസൂബായ വെള്ളം അത് ജിഹത്ത് മുൻഫക്കത്തല്ലേ, അത് ബാധിക്കില്ലല്ലോ. ജിഹത്ത് മുൻഫക്കത്തായത് ഒരിക്കലും ബാധിക്കില്ലല്ലോ. മഹസൂബായ വെള്ളം ജിഹത്ത് മുൻഫക്കത്താവും അങ്ങനെ ബാധിക്കുന്നത്. وتكلمنا في هذه المسألة والحمد لله رب العالمين. അപ്പോൾ അടുത്ത ദർസിൽ ഇൻഷാ അല്ലാഹ് ഷർഹ് ആ തഹാറത്തിൻ്റെ മൊത്തം ഇൻഷാ അല്ലാഹു തആല ദർസ് എടുക്കും. അതിനാണ് ഞാൻ തസവ്വുർ ഇപ്പാക്കി തന്നത്. നജ്രി അലാ ഹാദൽ അസാസ്, എല്ലാ ഓരോ ബാബിൻ്റെ മുമ്പ് തസവ്വുർ, അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഷർഹ് ഓതാ. അപ്പോൾ എന്താ ഈ തസവ്വുറിന് വേണ്ടി കുറേ സമയം ഇങ്ങനെ വേസ്റ്റ് ആവില്ല. ഇല്ലെങ്കിൽ തസവ്വുർ എന്താണ് ചോദിച്ചിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.